നമസ്കാരം. ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 6ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്, ഇന്ത്യൻ ഉപഭൂഖണ്ഡം. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ പാർട്ട് വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമാത്രമല്ല ഈ 6 യൂണിറ്റ് വരെയുള്ള എല്ലാ വീഡിയോസിൻ്റെയും ടെക്സ്റ്റ് എക്സ്പ്ലനേഷനും ആക്ടിവിറ്റി സോൾവിങ് 1 വേർഡ് ക്വസ്റ്റ്യൻസും ഒക്കെ ഉൾപ്പെടുത്തി നമ്മൾ ഒരു പ്ലേലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് കമൻറ്റ്, ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആവശ്യമുള്ളവർ അത് കാണുക. അപ്പോൾ ഇത് നമ്മൾ ഈ 6ാമത്തെ യൂണിറ്റ് ഇപ്പോൾ ഈ ഒരു ക്ലാസ് കൊണ്ട് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ നോട്ട്സ് ഇടുന്നതായിരിക്കും കേട്ടോ. പിന്നെ 1 വേർഡ് ക്വസ്റ്റ്യൻസും ഇടുന്നതായിരിക്കും. താങ്ക് യു. അപ്പോൾ നമുക്കിനി ക്ലാസ്സിലേക്ക് പോവാം. ഡ്യൂറിങ് സമ്മർ സോൾസ്റ്റൈസിൽ, അതായത് ഉത്തരായന കാലം, ദക്ഷിണായന കാലം എന്നിങ്ങനെ 2 കാലം ആണുള്ളത്. അപ്പോൾ അത് നമുക്ക് കുറച്ചുകൂടെ വലിയ ക്ലാസ്സിൽ കുറച്ചുകൂടെ നമുക്ക് നന്നായിട്ട് പഠിക്കാം. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, സമ്മർ സോൾസ്റ്റൈസിൽ, അതായത് ഉത്തരായന കാലത്ത്, വെൻ ദ പൊസിഷൻ ഓഫ് ദി സൺ ഈസ് ഓവർ ദ സബ് കോണ്ടിനെൻറ്റ്, നമ്മുടെ സൂര്യൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് സബ് കോണ്ടിനെൻറ്റിൻ്റെ മുകളിലായിരിക്കും. ഓവർ ദ സബ് കോണ്ടിനെൻറ്റിൻ്റെ മുകളിലായിരിക്കും. ദ എയർ ഓവർ ദ ലാൻഡ് ഗെറ്റ്സ് ഹീറ്റഡ് ആൻഡ് റൈസസ്. അപ്പം ഈ സബ് കോണ്ടിനെൻറ്റിൻ്റെ മുകളിലുള്ള അവിടെയുള്ള എയർ എന്ത് ചെയ്യുന്നു? ഹീറ്റ് ആവുന്നു. അവിടെയുള്ള എയർ ഹീറ്റായിട്ട് എയർ ഹീറ്റാകുമ്പോൾ അതിൻ്റെ വെയിറ്റ് കുറയും. എയർ ഹീറ്റാകുമ്പോൾ അവിടെയുള്ള വായു ചൂട് പിടിക്കുമ്പോൾ അതിൻ്റെ വെയിറ്റ് അങ്ങ് കുറയും, അതിൻ്റെ ഭാരം കുറയും. അത് നമുക്ക് എന്ത് സാധനമായാലും ഭാരം കുറയുമ്പോൾ അതെന്ത് മുകളിലേക്ക് ഉയരും അല്ലേ? അപ്പോൾ അതുപോലെ ഈ എയർ ഹീറ്റാകുമ്പോൾ അതെന്ത് ചെയ്യുന്നു? മുകളിലേക്ക് പോകുന്നു. ആൻഡ് എന്താ പറഞ്ഞിട്ടുള്ള റൈസസ് എന്ന് വെച്ചാൽ മുകളിലേക്ക് ഉയരുന്നു. അപ്പോൾ എന്താണ് ആ സെൻറ്റൻസിൻ്റെ അർത്ഥം മനസ്സിലായോ? ഡ്യൂറിങ് സമ്മർ സോൾസ്റ്റൈസ്, അതായത് ഉത്തരായന കാലത്ത്, വെൻ ദ പൊസിഷൻ ഓഫ് ദി സൺ ഈസ് ഓവർ ദ സബ് കോണ്ടിനെൻറ്റ്, സണ്ണിൻ്റെ പൊസിഷൻ, സൂര്യൻ്റെ സ്ഥാനം സബ് കോണ്ടിനെൻറ്റിൻ്റെ മുകളിൽ വരുമ്പോൾ, ദ എയർ ഓവർ ദ ലാൻഡ്, ആ ലാൻഡിൻ്റെ മുകളിലുള്ള എയർ ഓവർ ദ ലാൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ സബ് കോണ്ടിനെൻറ്റ്, ആ ലാൻഡിൻ്റെ മുകളിലുള്ള എയർ എന്ത് ചെയ്യുന്നു? ഗെറ്റ്സ് ഹീറ്റഡ്, ചൂടാവുന്നു, നന്നായിട്ട് ചൂടാവുന്നു. ആൻഡ് റൈസസ്, ചൂടാവുമ്പോൾ എന്ത് ചെയ്യുന്നു? മുകളിലേക്ക് ഉയരുന്നു. ദ മോയ്സ്ചർ ലാഡൻ വിൻഡ് ഫ്രം ദ ഓഷ്യൻ ബ്ലോസ് ടുവാർഡ്സ് ദ ലാൻഡ്. അപ്പം അവിടെ ഒരു ഗ്യാപ്പ് വന്നില്ലേ? അവിടെ ആ ലാൻഡിൻ്റെ മുകളിലുള്ള വായു ചൂട് പിടിച്ച് മുകളിലോട്ട് ഉയരുന്നു. അപ്പോൾ അവിടെ വായു ഇല്ലാതായില്ലേ? വായു ഇല്ലല്ലോ അവിടെ ഇപ്പോൾ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ദ മോയ്സ്ചർ ലാൻഡ് ആൻഡ് വിൻഡ്, മോയ്സ്ചർ എന്ന് വെച്ചാൽ ഈർപ്പം അടങ്ങിയിട്ടുള്ള, ഈർപ്പത്തിനെ വഹിച്ചുകൊണ്ടുള്ള വിൻഡ്, കാറ്റ്, ഫ്രം ദ ഓഷ്യനിൽ നിന്നുള്ള ഈർപ്പം വഹിച്ചുകൊണ്ടുള്ള കാറ്റ്, ബ്ലോസ് ടുവാർഡ്സ് ദ ലാൻഡ്, ആ ലാൻഡിലോട്ട് അല്ലെങ്കിൽ ആ സബ് കോണ്ടിനെൻ്റ് എന്ന് പറയുന്ന ആ പ്രദേശത്തോട് വീശുന്നു. ആൻഡ് ഇറ്റ് റെയിൻസ് ഇൻ മെനി പാർട്സ് ഓഫ് ദി സബ് കോണ്ടിനെൻറ്റ്, ഇത് ആ സബ് കോണ്ടിനെൻറ്റിൻ്റെ പല ഭാഗത്തും നന്നായിട്ട് മഴ ലഭിക്കാൻ കാരണമാകുന്നു. അതിൽ നല്ലതായിട്ട് മഴ ലഭിക്കുന്നു. ആ സബ് കോണ്ടിനെൻറ്റിൻ്റെ പല ഭാഗത്തും മഴ ലഭിക്കുന്നു. During the months of May and June, the southwesterly winds blowing from the Indian Ocean to the Indian subcontinent causes widespread rainfall. അതായത് മെയ് ജൂൺ എന്നീ മാസങ്ങളിൽ സൗത്ത് വെസ്റ്റേർലി വിൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൗത്ത് എന്ന് പറഞ്ഞാൽ തെക്ക്, വെസ്റ്റേർലി പടിഞ്ഞാറ്. അപ്പോൾ തെക്ക് പടിഞ്ഞാറൻ വിൻഡ്, കാറ്റ്, തെക്ക് പടിഞ്ഞാറൻ കാറ്റ്, ബ്ലോ എന്ന് വെച്ചാൽ വീശുന്നു. എവിടെ നിന്ന്? ഫ്രം ദ ഇന്ത്യൻ ഓഷ്യനിൽ നിന്ന്, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന്, ടു ദ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലൂടെ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് വീശുന്നു. അപ്പോൾ അതെന്ത് ചെയ്യുന്നു? കോസസ് വൈഡ് സ്പ്രെഡ് റെയിൻഫോൾ. ഇത് ഈ ഉപഭൂഖണ്ഡത്തിൽ വൈഡ് സ്പ്രെഡ് എന്ന് വെച്ചാൽ വ്യാപകമായ റെയിൻഫോൾ, മഴയ്ക്ക് കാരണമാകുന്നു. ഇത്രയാണ് ആ കാര്യം. മനസ്സിലായല്ലോ? ആ ഒരു പാരഗ്രാഫ് നല്ലൊരു പാരഗ്രാഫാണ്. എന്താണ് അവിടെ പറഞ്ഞിട്ടുള്ളത്? ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഡ്യൂറിങ് സമ്മർ സോൾസ്റ്റൈസ് വെൻ ദ പൊസിഷൻ ഓഫ് ദി സൺ ഈസ് ഓവർ ദ സബ് കോണ്ടിനെൻറ്റ്. സമ്മർ സോൾസ്റ്റൈസിൽ, അതായത് നമ്മുടെ ഉത്തരായന കാലത്ത് സണ്ണിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഈ സബ് കോണ്ടിനെൻറ്റിൻ്റെ മുകളിലായിരിക്കും, ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൻ്റെ മുകളിലായിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ദ എയർ ഓവർ ദ ലാൻഡ് ഗെറ്റ്സ് ഹീറ്റഡ് ആൻഡ് റൈസസ്. ഈ ലാൻഡിൻ്റെ, ഈ സബ് കോണ്ടിനെൻ്റ് എന്ന് പറയുന്ന ആ പ്രദേശത്തിൻ്റെ മുകളിലുള്ള എയർ, സൂര്യൻ മുകളിലുണ്ടല്ലോ, സബ് കോണ്ടിനെൻ്റ് തൊട്ട് മുകളിൽ സൂര്യനുണ്ട്. അപ്പോൾ അവിടെ നന്നായിട്ട് ചൂട് പിടിക്കും, നല്ല ചൂടായിരിക്കും അവിടെ. അപ്പോൾ ആ ചൂട് പിടിക്കുമ്പോൾ എയർ ഉണ്ടല്ലോ, അവിടെയുള്ള എയർ ഹീറ്റാവുന്നു, ചൂടാവുമ്പോൾ അത് വികസിച്ച് മുകളിലേക്ക് ഉയരുന്നു. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദ എയർ ഓവർ ദ ലാൻഡിൻ്റെ മുകളിലുള്ള എയർ, വായു എന്ത് ചെയ്യുന്നു? ഗെറ്റ്സ് ഹീറ്റഡ്, ചൂടാവുന്നു.
ആൻഡ് റൈസസ്, എന്നിട്ട് അതെന്ത് ചെയ്യുന്നു, മുകളിലേക്ക് ഉയരുന്നു. അപ്പോൾ അവിടെ എന്താ, എയർ മുകളിലോട്ട് ഉയർന്നു. അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് വന്നില്ലേ, ആ ഗ്യാപ്പിൽ എന്താ ചെയ്യുന്നത്, ദ മോയ്സ്ചർ ലാഡൻ വിൻഡ്, മോയ്സ്ചർ എന്ന് പറഞ്ഞാൽ ഈർപ്പം, ലാഡൻ എന്ന് പറഞ്ഞാൽ വഹിക്കുക, വിൻഡ് എന്ന് പറഞ്ഞാൽ കാറ്റ്. അപ്പോൾ ഈർപ്പം വഹിച്ചുകൊണ്ടുള്ള കാറ്റ്, ഈർപ്പമുള്ള കാറ്റ് എവിടെ നിന്ന് എങ്ങോട്ട് വീശും, ഓഷീനിൽ നിന്നല്ലേ വീശുന്നത്. അതായത് ജലാശയങ്ങളിൽ പിന്നെ ചൂടടിക്കുമ്പോഴല്ലേ ഈർപ്പമുള്ള വായു ഉണ്ടാവുന്നത്. അപ്പോൾ അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്, ദ മോയ്സ്ചർ ലാൻഡ് ആൻഡ് വിൻഡ്, മോയ്സ്ചർ ഈർപ്പമുള്ള കാറ്റ് വീശുന്നു. എവിടെ നിന്ന് എങ്ങോട്ട് വീശുന്നു, ഫ്രം ദ ഓഷീൻ, ഓഷീനിൽ നിന്ന്, സമുദ്രത്തിൽ നിന്ന്, ബ്ലോസ് ടുവാർഡ്സ് ദ ലാൻഡ്, ലാൻഡിലോട്ട്, ലാൻഡ് എന്ന് പറഞ്ഞാൽ കരപ്രദേശത്തിലേക്ക്, ഓഷീനിൽ നിന്ന്, സമുദ്രത്തിൽ നിന്ന് കരയിലേക്ക് എന്ത് ചെയ്യുന്നു, മോയ്സ്ചർ ലാഡൻ വിൻഡ് എന്ത് ചെയ്യുന്നു, ബ്ലോ ചെയ്യുന്നു, വീശുന്നു. ആൻഡ് ഇറ്റ് റെയിൻസ് ഇൻ മെനി പാർട്സ് ഓഫ് ദി സബ് കോണ്ടിനെന്റ്, ഇത് ഈ സബ് കോണ്ടിനെന്റിന്റെ ഒരുപാട് ഭാഗങ്ങളിൽ മഴയ്ക്ക് കാരണമാകുന്നു. മനസ്സിലായോ? അപ്പം ഇതാണ് സംഭവിക്കുന്നത്. ഇനി നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ എന്താണ് സംഭവിക്കുന്നതെന്നാണ് പറയുന്നത്. ഏതിൽ, സമ്മർ സോൾസ്റ്റിസിൽ ഡ്യൂറിങ് ദ മന്ത്സ് ഓഫ് മെയ് ആൻഡ് ജൂൺ, മെയ് ജൂൺ എന്നീ മാസങ്ങളിൽ ദ സൗത്ത് വെസ്റ്റേർലി വിൻഡ്സ് ബ്ലോയിങ് ഫ്രം ഇന്ത്യൻ ഓഷ്യൻ ടു ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്, മെയ് ജൂൺ മാസങ്ങളിൽ സൗത്ത് വെസ്റ്റേർലി വിൻഡ് എന്താണ്, തെക്ക് പടിഞ്ഞാറൻ വിൻഡ്, കാറ്റ് ബ്ലോ ചെയ്യുന്നു. എവിടെ നിന്ന് എങ്ങോട്ട് ബ്ലോ ചെയ്യുന്നു, ഇന്ത്യൻ ഓഷ്യനിൽ നിന്ന് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലോട്ട്, ബ്ലോയിങ് ഫ്രം ദ ഇന്ത്യൻ ഓഷ്യൻ ടു ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. ഇത് കോസസ് വൈഡ് സ്പ്രെഡ് റെയിൻഫോൾ, ഇത് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ പല ഭാഗങ്ങളിലും നല്ല രീതിയിൽ മഴയുണ്ടാവാൻ കാരണമാകുന്നു. മനസ്സിലായല്ലോ? ഇനി അടുത്ത് നോക്കിയോളൂ. ഡ്യൂറിങ് വിന്റർ സോൾസ്റ്റിസ് when the position of the sun is over the Indian Ocean, അതായത് വിന്റർ സോൾസ്റ്റിസ്. എന്താണ് വിന്റർ സോൾസ്റ്റിസ് എന്ന് പറഞ്ഞാൽ, ദക്ഷിണായന സമയത്ത്, നേരത്തെ നമ്മൾ ഉത്തരായന സമയത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് പഠിച്ചു. ഇനി നമ്മൾ ദക്ഷിണായന സമയത്ത് എന്താണ് സംഭവിക്കുന്നതെന്നാണ് പറയാൻ പോകുന്നത്. ഡ്യൂറിങ് വിന്റർ സോൾസ്റ്റിസ്, ദക്ഷിണായന സമയത്ത് when the position of the sun is over the Indian Ocean, സണ്ണിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് എവിടെയാണ്, ഇന്ത്യൻ ഓഷ്യൻ ഉണ്ടല്ലോ, ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ മുകളിലാണ്. ഓവർ ദ ഇന്ത്യൻ ഓഷ്യൻ, ഇന്ത്യൻ ഓഷ്യൻ്റെ മുകളിലാണ് ആരുടെ പൊസിഷൻ, സണ്ണിൻ്റെ പൊസിഷൻ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ദ എയർ ഓവർ ദ സീ ഗെറ്റ്സ് ഹീറ്റഡ്, സീയുടെ മുകളിൽ, ഈ സമുദ്രത്തിൻ്റെ മുകളിലുള്ള എയർ ഹീറ്റ് ആവുന്നു. ആൻഡ് റൈസസ്, എന്നിട്ട് അത് മുകളിലേക്ക് ഉയരുന്നു. അപ്പോൾ അവിടെ എന്തായി, ഗ്യാപ്പായില്ലേ. ആൻഡ് ദ വിൻഡ് ബ്ലോസ് ഹിയർ ഫ്രം ദ നോർത്ത്, അപ്പം നോർത്ത് സൈഡിൽ നിന്ന്, നോർത്ത് എന്ന് വെച്ചാൽ വടക്ക്, വടക്ക് ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് കാറ്റ് വീശുന്നു. മനസ്സിലായോ? അപ്പം നേരത്തെ നമ്മൾ സമ്മർ സോൾസ്റ്റിസിൽ എന്താ പറയുന്നത്, സണ്ണിൻ്റെ പൊസിഷൻ എവിടെയായിരുന്നു, ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൻ്റെ മുകളിലായിരുന്നു അല്ലേ. പൊസിഷൻ ഓഫ് ദി സൺ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൻ്റെ മുകളിലായിരുന്നു. അപ്പോൾ അവിടെയുള്ള വായു ചൂട് പിടിച്ച് വരുമ്പോൾ ഓഷ്യനിൽ നിന്നാണ് കാറ്റ് ഈ സബ് കോണ്ടിനെന്റിലോട്ട് വീശുന്നത്. ആ കാറ്റെന്ന് പറയുന്നത് നീരാവി കൊണ്ട് നിറഞ്ഞു, വാട്ടർ വേപ്പറിനാൽ ലാഡൺ ചെയ്തിട്ടുള്ളതായിരുന്നു. വാട്ടർ വേപ്പർ അല്ലെങ്കിൽ മോയ്സ്ചർ ഫുള്ളായിട്ടുള്ള ഒരു വിൻഡായിരുന്നു ബ്ലോ ചെയ്തിരുന്നത്. പക്ഷേ ഇവിടെ ഇന്ത്യൻ ഓഷ്യൻ്റെ മുകളിലുള്ള എയറാണ് ചൂട് പിടിച്ച് മുകളിലോട്ട് വരുന്നത്. അപ്പോൾ കരഭാഗത്ത് നിന്നാണ് ഇങ്ങോട്ട് വിൻഡ് ബ്ലോ ചെയ്യുന്നത്, കാറ്റ് വീശുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അവിടെ വാട്ടറിൻ്റെ കണ്ടൻറ്റ് കുറവായിരിക്കും ആ വിൻഡിൽ, അത് നിങ്ങൾ മനസ്സിലാക്കുക. അടുത്ത സെൻറ്റൻസ് നോക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ എവിടെ നിന്നാണ് കാറ്റ് ഇങ്ങോട്ട് വീശുന്നത്, നോർത്ത് സൈഡിൽ നിന്നാണ്. നോർത്ത് സൈഡിൽ നിന്നാണ് കാറ്റ് വീശുന്നത്. ആസ് ദ വിൻഡ്സ് ബ്ലോയിങ് ഫ്രം ദ നോർത്ത് ഈസ്റ്റ് ടു ദ സൗത്ത് വെസ്റ്റ് ഡ്യൂറിങ് സെപ്റ്റംബർ ആൻഡ് ഒക്ടോബർ ആർ ജനറലി ഡ്രൈ. അതായത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് വിൻഡ് എവിടെ നിന്നാണ്, നോർത്ത് സൈഡിൽ നിന്നാണ് വീശുന്നത്. എന്നാൽ കറക്റ്റായിട്ടുള്ളൊരു പൊസിഷൻ എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റിൽ നിന്ന് എങ്ങോട്ട് വീശുന്നു, സൗത്ത് വെസ്റ്റ് സൈഡിലോട്ടാണ് വീശുന്നത്. ഡ്യൂറിങ് ഏത് സമയത്ത്, സെപ്റ്റംബർ ആൻഡ് ഒക്ടോബർ മാസങ്ങളിൽ. അതെങ്ങനെയാണ്, ആർ ജനറലി ഡ്രൈ ആയിട്ടുള്ള കാറ്റാണ് അവിടെ വീശുന്നത്. ഡ്രൈ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതിൽ നീരാവിയുടെ അളവ് കുറവായിരിക്കും അല്ലേ. ദ എമൗണ്ട് ഓഫ് റെയിൻഫോൾ വിൽ ബി ലെസ്. അപ്പോൾ അവിടെ റെയിൻഫോളിൻ്റെ എമൗണ്ട് എന്തായിരിക്കും, വളരെ കുറവായിരിക്കും, മഴ വളരെ കുറവായിരിക്കും. ബട്ട് ദ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ വേപ്പർ ഫ്രം ദ ബേ ഓഫ് ബംഗാൾ. എന്നിട്ട് ഇതിങ്ങനെ വീശുന്ന സമയത്ത് ബേ ഓഫ് ബംഗാൾ ഉണ്ടല്ലോ, ബംഗാൾ ഉൾക്കടൽ, അത് ഏത് സൈഡിലാണ്, വെസ്റ്റ് സൈഡിലാണോ ഈസ്റ്റ് സൈഡിലാണോ ഇന്ത്യയുടെ, ഏത് സൈഡിലാണ് ബേ ഓഫ് ബംഗാൾ കാണപ്പെടുന്നത്,
അത് ഈസ്റ്റിലാണ് അല്ലേ, ഈസ്റ്റ് സൈഡിലുള്ള ഈ ബേ ഓഫ് ബംഗാളിൽ നിന്ന് ഇത് എന്ത് ചെയ്യുന്നു, അബ്സോർബ് ചെയ്യുന്നു വാട്ടർ വേപ്പർ. വാട്ടർ വേപ്പർ എന്ന് പറയുമ്പോൾ നീരാവി എന്ത് ചെയ്യുന്നു, അബ്സോർബ് ചെയ്യുന്നു, ആഗിരണം ചെയ്യുന്നു. ലീഡ്സ് ടു വൈഡ് സ്പ്രെഡ് റെയിൻഫാൾ ഓവർ ദ ഈസ്റ്റേൺ കോസ്റ്റ് ഓഫ് ദി പെനിൻസുല. അത് എന്ത് ചെയ്യുന്നു, നമ്മുടെ പെനിൻസുല എന്ന് വെച്ചാൽ ഉപദ്വീപീയ ഭാഗങ്ങളിൽ, അതിൻ്റെ ഏത് ഉപദ്വീപീയ ഭാഗത്ത്, ഈസ്റ്റേൺ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കിഴക്കൻ തീരത്ത്, നമ്മുടെ ഉപദ്വീപീയ ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് വളരെ വലിയ തോതിൽ മഴയ്ക്ക് കാരണമാകുന്നു. അപ്പോൾ ആദ്യം വരുന്നത് ഡ്രൈ ആയിട്ടുള്ള വിൻഡാണ്. എന്നാൽ ബേ ഓഫ് ബംഗാളിൽ വന്ന് അത് കുറച്ച് വാട്ടർ വേപ്പർ അബ്സോർബ് ചെയ്യുന്നു. എന്നിട്ട് ഈസ്റ്റേൺ കോസ്റ്റ് ഓഫ് ദി പെനിൻസുലയിൽ അത് വൈഡ് സ്പ്രെഡ് റെയിൻഫോൾ, അതായത് വളരെ വലിയ രീതിയിൽ മഴയ്ക്ക് കാരണമാകുന്നു. മനസ്സിലായോ ഈ പറഞ്ഞത്? ഇനി don't you understand that the Indian subcontinent does not receive the same amount of rainfall everywhere? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ എല്ലാ ഭാഗത്തും ഒരേ അളവിലല്ല മഴ ലഭിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി ലെറ്റ്സ് സീ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ക്ലൈമറ്റ് ഓഫ് അൻ ഏരിയ. ഒരു സ്ഥലത്ത് കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊരു ക്വസ്റ്റ്യൻ ആൻസർ ആണ്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ക്ലൈമറ്റ് ഓഫ് ആൻ ഏരിയ? ഒരു ഏരിയയിലെ ക്ലൈമറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഒന്ന്, ദ ലാറ്റിറ്റ്യൂഡ്. എന്താണ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ? അക്ഷാംശം. ഒരു സ്ഥലത്തെ അക്ഷാംശം, ലാറ്റിറ്റ്യൂഡ് അക്ഷാംശം. അടുത്തത് ദ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ്. എവിടെ നിന്നുള്ള ഹൈറ്റ്? സമുദ്രനിരപ്പിൽ നിന്നുള്ള ഹൈറ്റിനെയാണ് നമ്മൾ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അപ്പം ദ ലാറ്റിറ്റ്യൂഡ്, പിന്നെ ആൾട്ടിറ്റ്യൂഡ് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, പിന്നെ ഫിസിയോഗ്രഫി എന്ന് വെച്ചാൽ ഭൂപ്രകൃതി, പിന്നെ പ്രോക്സിമിറ്റി ടു ഓഷ്യൻ. എന്താണ് പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞാൽ? സാമീപ്യം. എന്തിൻ്റെ സാമീപ്യം? ടു ഓഷ്യൻ, സമുദ്രത്തിൻ്റെ സാമീപ്യം. ദെൻ വിൻഡ്, കാറ്റ്. ഇത്രയാണ് ക്ലൈമറ്റ്, ഒരു ഏരിയയിലെ ക്ലൈമറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഏതൊക്കെയാണ്? ഒന്നും കൂടെ പറയാം. ദ ലാറ്റിറ്റ്യൂഡ് അക്ഷാംശം, ദ ആൾട്ടിറ്റ്യൂഡ് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, ഫിസിയോഗ്രഫി ഭൂപ്രകൃതി, പ്രോക്സിമിറ്റി ടു ഓഷ്യൻ സമുദ്ര സാമീപ്യം, വിൻഡ് കാറ്റ്. ഇത്രയും കാര്യങ്ങൾ. ഇനി ദ ക്ലൈമാറ്റിക് എക്സ്പീരിയൻസസ് ആർ ഡിഫറെൻറ്റ് ഓൺ ഏതർ സൈഡ് ഓഫ് ട്രോപ്പിക് ഓഫ്. ഇവിടെ ഇതിന് മുകളിലൊരു ബോക്സ് ഉണ്ട് കേട്ടോ, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തില്ല. ബോക്സിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സണ്ണിന്റെ, സൂര്യന്റെ അപ്പാരന്റ് മൂവ്മെന്റ് നമ്മൾ പറയുന്ന പേരാണ് അയനം. ദക്ഷിണായനം, ഉത്തരായനം നമ്മൾ പറഞ്ഞില്ലേ, അയനം. അതാണ് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സണ്ണിന്റെ അപ്പാരന്റ് മൂവ്മെന്റ്. ദ ഫിനോമിനൻ ഇൻ വിച്ച് the relative position of the sun changes between the Tropic of Cancer 23.5 degree north and Tropic of Capricorn 23.5 degree south is known as the apparent movement of the sun. അതായത് ഈ സണ്ണിൻ്റെ പൊസിഷൻ ഉണ്ടല്ലോ, സൂര്യൻ്റെ പൊസിഷൻ ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, അതായത് ഉത്തരായന രേഖയ്ക്കും പിന്നെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ദക്ഷിണായന രേഖയ്ക്കും ഇടയ്ക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഫിനോമിനനാണ്, അതൊരു പ്രതിഭാസമാണ്. ഇതിനെയാണ് നമ്മൾ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയുടെ നോർത്ത് സൈഡിലാണ് ഏത് പറയുന്നത്, ട്രോപ്പിക് ഓഫ് ക്യാൻസർ വരുന്നത് 23.5 degree നോർത്ത്. നമ്മളിതൊക്കെ 6th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അത് 6th സ്റ്റാൻഡേർഡിലുള്ളതാണ് ഇതൊക്കെ. ഇനി ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് പറയുന്നത് 23.5 degree സൗത്ത്, അത് താഴെ നമ്മുടെ ഭൂമിയുടെ സൗത്ത് സൈഡിൽ വരുന്ന രണ്ട് ലാറ്റിറ്റ്യൂഡ് ആണ് ട്രോപ്പിക് ഓഫ് ക്യാൻസറും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണും. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ സൂര്യൻ്റെ സ്ഥാനം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതിനെയാണ് നമ്മൾ പറയുന്നത് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ, അല്ലെങ്കിൽ സൂര്യൻ്റെ അയനം എന്ന് പറയുന്നത്. ഡ്യൂ ടു ദ റവല്യൂഷൻ ഓഫ് ദി എർത്തിൻ്റെ റവല്യൂഷൻ കാരണവും, എർത്തിൻ്റെ റവല്യൂഷൻ എന്ന് പറയുമ്പോൾ സൂര്യന് ചുറ്റും എർത്ത് ഇങ്ങനെ കറങ്ങുന്നത് കാരണവും, ആൻഡ് ദ ഇൻക്ലിനേഷൻ ഓഫ് എർത്ത്സ് ആക്സിസ്, നമ്മുടെ എർത്തിൻ്റെ അച്ചുതണ്ടിൻ്റെ ആ ഒരു ചരിവും കാരണമാണ് ഇറ്റ് ഫീൽസ് ദാറ്റ് ദ സൺ എക്സ്പീരിയൻസ് ഡിസ്പ്ലേസ്മെൻറ്റ്, സൂര്യന് സ്ഥാനമാറ്റം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. യഥാർത്ഥത്തിൽ സൂര്യന് സ്ഥാനമാറ്റം ഉണ്ടാകുന്നില്ല. ഇവിടെ സ്ഥാനമാറ്റം ഉണ്ടാകുന്നത് ആർക്കാണ്? നമ്മുടെ ഭൂമിക്കാണ്. സൂര്യൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു സ്ഥലത്ത് സ്റ്റേബിളായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്, പക്ഷേ ഭൂമിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് ഓടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഭൂമിയുടെ റവല്യൂഷൻ, സണ്ണിന് ചുറ്റുമുള്ള റവല്യൂഷനും പിന്നെ ഇൻക്ലിനേഷൻ ഓഫ് എർത്ത്സ് ആക്സിസ്, ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ആ ഒരു ചരിവും കാരണമാണ് ഇങ്ങനെ സൂര്യനെ അയനം അല്ലെങ്കിൽ സൂര്യൻ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്.
അത് മനസ്സിലാക്കാനുള്ള 23.5 ഡിഗ്രി നോർത്ത് എന്താണ്? അത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ്. 23.5 ഡിഗ്രി സൗത്ത് എന്ന് പറയുന്നത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ. അപ്പോൾ പിന്നെ സൂര്യൻ വൈ ഫീൽസ് ദാറ്റ് ദ സൺ എക്സ്പീരിയൻസസ് ഡിസ്പ്ലേസ്മെന്റ്, സൂര്യന് സ്ഥാനമാറ്റം ഉണ്ടാകുന്നത് അനുഭവപ്പെടുന്നതിന് കാരണം എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ദ റെവല്യൂഷൻ ഓഫ് ദി എർത്ത്, എർത്തിന്റെ റെവല്യൂഷൻ. രണ്ടാമത്തത് ഇൻക്ലിനേഷൻ ഓഫ് ദി എർത്ത്സ് ആക്സിസ്, എർത്തിന്റെ ആക്സിസിന്റെ ഇൻക്ലിനേഷൻ, എർത്തിന്റെ അർച്ചുതണ്ടിന്റെ ചരിവ്. ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ ചരിവ്. ഏതിൻ്റെ? എർത്ത്സ് ആക്സിസ്, എർത്തിന്റെ ആക്സിസ്, എർത്തിന്റെ അല്ലെങ്കിൽ ഭൂമിയുടെ അച്ചുതണ്ട്. ആക്സിസ് എന്ന് വെച്ചാൽ അച്ചുതണ്ട്, അച്ചുതണ്ടിന്റെ ഇൻക്ലിനേഷൻ, ചരിവ്. അതുകൊണ്ടാണ് സൂര്യൻ എന്താണ് ഡിസ്പ്ലേസ് ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത പോർഷനിലോട്ട് പോവാം. ഇതൊക്കെ നമ്മൾ പറഞ്ഞു. അടുത്തത് ദ ക്ലൈമാറ്റിക് അത് പറഞ്ഞല്ലോ. അല്ലല്ല, ദ ക്ലൈമാറ്റിക് എക്സ്പീരിയൻസസ് ആർ ഡിഫറെൻറ്റ് ഓൺ ഏതർ സൈഡ് ഓഫ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്താണ്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, ഉത്തരായന രേഖയുടെ രണ്ട് വശത്തും അനുഭവപ്പെടുന്ന ക്ലൈമറ്റ് എന്ന് പറയുന്നത്, രണ്ട് വശത്തും അനുഭവപ്പെടുന്ന കാലാവസ്ഥ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, വ്യത്യസ്തമാണ്. ഉത്തരായന രേഖയുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെ ഓൺ എയ്തർ സൈഡ്, രണ്ട് വശത്തും അനുഭവപ്പെടുന്ന ക്ലൈമറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഡിഫറെൻ്റ് ആണ്. എന്താണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ? ആൻ ഇമ്പോർട്ടൻറ്റ് ലാറ്റിറ്റ്യൂഡ്, വളരെ പ്രധാനപ്പെട്ട ഒരു അക്ഷാംശ രേഖയാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ട് വശത്തും വ്യത്യസ്തങ്ങളായ ക്ലൈമറ്റ് ആണ് അനുഭവപ്പെടുന്നതെന്നാണ് പറയുന്നത്. ദ നോർത്തേൺ പാർട്ട് ഓഫ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ എക്സ്പീരിയൻസസ് ടെമ്പറേറ്റ് ക്ലൈമറ്റ്. നമ്മുടെ ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെ നോർത്തേൺ സൈഡിൽ, അതായത് ടോപ്പിൽ വടക്ക് ഭാഗത്ത് അനുഭവപ്പെടുന്നത് ടെമ്പറേറ്റ് ക്ലൈമറ്റ് എന്ന് വെച്ചാൽ മിതോഷ്ണ കാലാവസ്ഥ, ടെമ്പറേറ്റ് ക്ലൈമറ്റും. ദ സദേൺ പാർട്ട് ഹാസ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ്. എന്നാൽ സദേൺ പാർട്ടിൽ, തെക്കു ഭാഗത്ത് അനുഭവപ്പെടുന്നത് ട്രോപ്പിക്കൽ ക്ലൈമറ്റ്, ഉഷ്ണ കാലാവസ്ഥയുമാണ്. നമ്മുടെ ഇന്ത്യ ഉണ്ടല്ലോ, ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത് ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെ നടുക്കായിട്ടാണ്. ഇന്ത്യയുടെ നടുക്ക് ഭാഗത്തുകൂടെ പോകുന്ന ഒരു ലാറ്റിറ്റ്യൂഡാണ് ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത്. ഒരു ഫിഗർ ഉണ്ട് ഈ ഓരോ അക്ഷാംശങ്ങളെ വച്ചിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടാൽ നിങ്ങൾക്ക് കുറേ കൂടെ മനസ്സിലാവും. പോട്ടെ, ഞാൻ പറഞ്ഞുതരാം. ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത് മനസ്സിലാക്കുക. ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ കറക്റ്റ് നടുക്കൂടെ, കറക്റ്റ് മിഡിൽ പോർഷനിൽ കൂടെ കടന്നു പോകുന്ന ഒരു ലാറ്റിറ്റ്യൂഡാണ്. ഏത്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ. അപ്പോൾ ഈ ഇന്ത്യയുടെ ഉത്തരഭാഗത്ത്, അതായത് നോർത്ത് സൈഡിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? ടെമ്പറേറ്റ് ക്ലൈമറ്റ്, മിതോഷ്ണ കാലാവസ്ഥ. എന്നാൽ തെക്കു ഭാഗത്ത് അല്ലെങ്കിൽ സദേൺ പാർട്ടിൽ അനുഭവപ്പെടുന്നത് ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആണ്. എന്താണ്? ട്രോപ്പിക്കൽ ക്ലൈമറ്റ്, അതായത് ഉഷ്ണ കാലാവസ്ഥ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരളം ഏത് ഭാഗത്തായിരിക്കും? നോർത്ത് സൈഡിലാണോ സദേൺ പാർട്ടിലാണോ? കേരളം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും താഴെയാണ് കാണപ്പെടുന്നത്. അപ്പോൾ സദേൺ പാർട്ടിലാണ് അല്ലേ? അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടുന്ന കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് ഇവിടെയൊക്കെ അനുഭവപ്പെടുന്ന എങ്ങനെയുള്ള കാലാവസ്ഥയാണ്? നമ്മളെവിടെയൊക്കെ അനുഭവപ്പെടുന്നത് ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആണ്. എന്താണ്? ട്രോപ്പിക്കൽ ക്ലൈമറ്റ്, അതായത് ഉഷ്ണ കാലാവസ്ഥ, ട്രോപ്പിക്കൽ ക്ലൈമറ്റ്. എന്നാൽ ഡൽഹി, ഉത്തർപ്രദേശ്, ബീഹാർ അങ്ങനെയൊക്കെയുള്ള പ്രദേശം, ഹിമാചൽ പ്രദേശ് അങ്ങനെയൊക്കെയുള്ള പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്നത് എന്താണ്? ടെമ്പറേറ്റ് ക്ലൈമറ്റ് ആണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പം പിന്നെ ഇനി അടുത്ത പോർഷൻ നോക്കിക്കോ. ദ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ഡ്യൂറിങ് ദ വിന്റർ ആൻഡ് സമ്മർ സീസൺസ് ഇൻ ട്രോപ്പിക്കൽ റീജിയൻ ഈസ് ജനറലി മോഡറേറ്റ്. ട്രോപ്പിക്കൽ റീജിയനിൽ, അതായത് നമ്മൾ ഉൾപ്പെടുന്ന ഉഷ്ണമേഖല കാലാവസ്ഥ റീജിയനിൽ എന്താണ്? വിൻ്ററിലും സമ്മർ സീസണിലും വിൻ്റർ സീസണിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയുന്നത് കുറവാണ്, മോഡറേറ്റ് ആണ്. വലിയ ഡിഫറൻസ് ഒന്നും വരാറില്ല. നമുക്ക് ഇപ്പോൾ 34 ഡിഗ്രിയൊക്കെ ചിലപ്പോൾ ചൂടുകാലത്ത് നമുക്ക് എക്സ്പീരിയൻസ് വളരെ ഹൈ ആയിട്ട് മാക്സിമം ഒരു 34 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പിന്നെ വിൻ്റർ സമയത്താണെങ്കിൽ 28 ഡിഗ്രി. അപ്പോൾ ഇത്ര ഒരു ചെറിയ വ്യത്യാസമല്ലേ ഉള്ളൂ, 6 ഡിഗ്രി സെൽഷ്യസിൻ്റെ വ്യത്യാസമേ ഉള്ളൂ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയുന്നത്. എന്നാൽ എവിടെ? ബട്ട് ദ ഡിഫറൻസ് ഈസ് ജനറലി ഗ്രേറ്റർ ഇൻ ദ ടെമ്പറേറ്റ് റീജിയൻ. പക്ഷേ ടെമ്പറേറ്റ് റീജിയനിൽ, അതായത് നമ്മുടെ ഇന്ത്യയുടെ നോർത്തേൺ സൈഡിൽ ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയുന്നത്
ഹൈ ആണ്, വളരെ കൂടുതലാണ്. അവിടെ തണുപ്പ് കാലത്ത് അതിഭീകരമായിട്ടുള്ള തണുപ്പ്, മഞ്ഞൊക്കെ പെയ്യുന്ന അതിഭീകരമായിട്ടുള്ള തണുപ്പാണ്. പക്ഷേ ചൂട് കാലത്ത് അതിഭീകരമായിട്ടുള്ള ചൂടും. അങ്ങനെയാണ് അവിടുത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ. എവിടുത്തെ ടെമ്പറേറ്റ് റീജിയൻ എവിടെയാണ്? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെയൊക്കെ നോർത്ത് സൈഡിൽ. മനസ്സിലായല്ലോ? നമ്മൾ ഏത് കാലാവസ്ഥ റീജിയനിലാണ് വരുന്നത്? ട്രോപ്പിക്കൽ ക്ലൈമറ്റ് നമുക്ക് അനുഭവപ്പെടുന്നത്, അതായത് ഇന്ത്യയിലെ കേരളത്തിലൊക്കെ അനുഭവപ്പെടുന്നത് ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആണ്. എന്നാൽ നോർത്തേൺ സൈഡിലൊക്കെ അനുഭവപ്പെടുന്നത് ടെമ്പറേറ്റ് ക്ലൈമറ്റ് ആണ്. ഓക്കെ ആണല്ലോ? ഇനി read a few sentences of the letter written by ദിയ, സ്റ്റുഡൻറ്റ് ഓഫ് ഗവൺമെൻറ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ മൂന്നാർ, ടു ഹർ സിസ്റ്റർ തിരുവനന്തപുരം. അതായത് മൂന്നാർ ഗവൺമെൻറ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പഠിക്കുകയാണ് ദിയ. അപ്പോൾ ദിയ തിരുവനന്തപുരത്ത് തൻ്റെ വീട്ടിലുള്ള അനിയത്തിക്ക് ഒരു ലെറ്റർ എഴുതുവാണ്. അതിൻ്റെ കുറച്ച് പോർഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതിൽ പറഞ്ഞേക്കുന്നത്, ഇത് ചുമ്മാ വായിക്കേണ്ട ആവശ്യമില്ലല്ലോ, എന്താണെന്ന് കാര്യം പറഞ്ഞുതരാം. ഈ കുട്ടി ദിയ താമസിക്കുന്ന എവിടെ? മൂന്നാറിലാണ്. മൂന്നാർ എന്ന് പറയുന്നത് കുറച്ച് ഉയർന്ന പ്രദേശമാണ്. അപ്പോൾ അവിടെ നല്ല തണുപ്പാണ്. അപ്പം പകൽ സമയത്ത് പോലും കമ്പിളി വസ്ത്രമൊക്കെ ധരിച്ചാണ് ആ കൊച്ചു സ്കൂളിലിരിക്കുന്നത്. ഭയങ്കരമായ തണുപ്പായതുകൊണ്ട് രാത്രിയിൽ 2 പുതപ്പൊക്കെ പുതച്ചാണ് അത് കിടന്ന് ഉറങ്ങുന്നത്. പിന്നെ തണുത്ത വെള്ളത്തിൽ കുളിക്കുന്ന കാര്യം അതിന് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. പിന്നെ ഇവിടെ ആപ്പിളും സ്ട്രോബെറിയും ഒക്കെയാണ് കൃഷി ചെയ്യുന്നത്. ഞാൻ അങ്ങോട്ട് വരുമ്പോൾ അതൊക്കെ കൊണ്ടുവരാം. പിന്നെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. അതായത് മൂന്നാർ എന്ന് പറയുന്നത് കുറച്ച് ഉയർന്ന പ്രദേശമാണ്. അപ്പോൾ അവിടെ എന്താണ്, പിന്നെ നല്ല തണുപ്പ് ആണ് ഉള്ളത്. നമ്മുടെ തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ കുറച്ച് താഴ്ന്ന പ്രദേശം. അപ്പോൾ അവിടെ അങ്ങനെ വലിയ തണുപ്പൊന്നും അനുഭവപ്പെടുന്നില്ല. അപ്പോൾ നോക്കിയോളൂ. ഹാവ് യു എവർ തോട്ട് വൈ പ്ലേസസ് ലൈക്ക് മൂന്നാർ ആൻഡ് ഊട്ടി എക്സ്പീരിയൻസ് കോൾഡ് ക്ലൈമറ്റ്? എന്തുകൊണ്ടാണ് നമ്മുടെ മൂന്നാർ, ഊട്ടി അവിടെയൊക്കെ തണുത്ത കാലാവസ്ഥ അനുഭവപ്പെടുന്നത്? നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എന്താ പഠിച്ചത്? ഡോണ്ട് യു റിമെമ്പർ ദാറ്റ് ദ ലാസ്റ്റ് ചാപ്റ്റർ വാസ് വി സ്റ്റഡീഡ് അബൌട്ട് ദ നോർമൽ ലാബ്സ് റേറ്റ്, ക്രമമായ താപനഷ്ട നിരക്ക്. അത് നമ്മൾ പഠിച്ചില്ലേ? ട്രോപ്പോസ്ഫിയറിൽ ഓരോ 165 മീറ്ററിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ ആ ടെമ്പറേച്ചർ കുറയുകയാണ്. താഴേന്ന് മുകളിലോട്ട് പോകും തോറും. അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? നോർമൽ ലാബ്സ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ മൂന്നാറിലും ഊട്ടിയിലും ഒക്കെ തണുപ്പ് കുറച്ച് അനുഭവപ്പെടുന്നത്. തണുപ്പ് നല്ലതായിട്ട് അനുഭവപ്പെടുന്നത്. അവിടെ ടെമ്പറേച്ചർ കുറവായിരിക്കും. അത് നമ്മൾ പഠിച്ചു. ഇനി നോക്കിയോളൂ. ഫിസിയോഗ്രഫി ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ദാറ്റ് ഇൻഫ്ലുവൻസസ് ക്ലൈമറ്റിനെ, അതായത് കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഫിസിയോഗ്രഫി. എന്താണ് ഫിസിയോഗ്രഫി എന്ന് പറഞ്ഞാൽ? ഭൂപ്രകൃതി. നോക്കിയുള്ളൂ, ഭൂപ്രകൃതി എന്ന് പറയുന്നത് കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. മോയ്സ്ചർ ലാഡൻ വിൻഡ്സ് ആർ ഒബ്സ്ട്രക്റ്റഡ് ബൈ ദ മൗണ്ടെയ്ൻസ് ലൊക്കേറ്റഡ് അഗൈൻസ്റ്റ് ദയർ ഡയറക്ഷൻ റിസൾട്ടിങ് ഇൻ റെയിൻഫോൾ. അതായത് മോയ്സ്ചർ ലാഡൻ വിൻഡ്, അതായത് മോയ്സ്ചർ ഈർപ്പം വഹിച്ചു കൊണ്ടുവരുന്ന കാറ്റുകളെ ഒബ്സ്ട്രക്റ്റഡ് തടഞ്ഞു നിർത്തുന്നു. ആര്? ബൈ ദ മൗണ്ടെയ്ൻസ്, ഈ പർവ്വതങ്ങൾ തടഞ്ഞു നിർത്തുന്നു. എവിടെയാണ് ഈ പർവ്വതങ്ങൾ? ലൊക്കേറ്റഡ് എഗൈൻസ്റ്റ് ദെയർ ഡയറക്ഷൻ, ഈ കാറ്റിൻ്റെ ഡയറക്ഷന് എഗൈൻസ്റ്റ്, എതിരായിട്ട് നിൽക്കുന്ന പർവ്വതങ്ങൾ. കാറ്റ് എവിടെ നിന്നാണോ വീശുന്നത് ആ വീശി വരുന്ന ഡയറക്ഷന് എതിരായിട്ട് നിൽക്കുന്ന പർവ്വതങ്ങൾ എന്ത് ചെയ്യുന്നു? കാറ്റിനെ തടഞ്ഞു നിർത്തുന്നു. കാറ്റിനെ തടഞ്ഞു നിർത്തിയിട്ട് റിസൾട്ടിങ് ഇൻ റെയിൻഫോൾ. അപ്പോൾ അവിടെ കാറ്റ് അവിടെ തടഞ്ഞു നിർത്തപ്പെടുന്നു. അപ്പോൾ അത് അവിടെ നിന്ന് മേഘമായിട്ട് രൂപപ്പെട്ട് താഴേക്ക് മഴയായിട്ട് പെയ്യും. അതിൻ്റെ ഫിഗറാണ് ഇത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടോ? മോയ്സ്ചർ കണ്ടൻസസ് ഇൻറ്റു ക്ലൗഡ്സ്. മോയ്സ്ചർ എന്ത് ചെയ്തു? കണ്ടൻസ് ചെയ്ത് ക്ലൗഡ്സ് ആയിട്ട് മാറുന്നു. എന്നിട്ട് ആ സൈഡിൽ മഴ പെയ്യുന്നു. പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കണ്ടോ? ഊഷര ഭൂമിയായിട്ട് കിടക്കുന്നു അല്ലേ? അവിടെ ഒന്നുമില്ല, പച്ചപ്പോ ഒന്നുമില്ല. അപ്പോൾ അവിടെ മഴ പെയ്യുന്നില്ല. ഇപ്പുറത്തെ സൈഡിൽ മഴ പെയ്യുന്നു. മനസ്സിലായോ? അപ്പോൾ അതിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് വായിക്കാം. റെയിൻഫോൾ. കേരള ലൊക്കേറ്റഡ് ഇൻ ദ വെസ്റ്റേൺ സ്ലോപ്സ് ഓഫ് ദി വെസ്റ്റേൺ ഘട്ട്. നമ്മുടെ വെസ്റ്റേൺ ഘട്ട് ഉണ്ടല്ലോ, പശ്ചിമഘട്ടത്തിൻ്റെ വെസ്റ്റേൺ സ്ലോപ്പിൽ, അതായത് പടിഞ്ഞാറേ ചെരുവിലാണ് ആര് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്? കേരള ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ കേരളം ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള കേരളത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് വെസ്റ്റേൺ സ്ലോപ്സ് ഓഫ് ദി വെസ്റ്റേൺ ഘട്ട്. വെസ്റ്റേൺ ഘട്ടിൻ്റെ വെസ്റ്റേൺ സ്ലോപ്പിലാണ്. വെസ്റ്റേൺ ഘട്ട് എന്ന് വെച്ചാൽ പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറേ ചെരുവിലാണ് കേരളം ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. റിസീവ്സ് ഹെവി റെയിൻഫോൾ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ഹെവി ആയിട്ടുള്ള റെയിൻഫോൾ ആണ്, നല്ല രീതിയിൽ മഴ ഉണ്ട്. വയൽ തമിഴ്നാട്, പക്ഷേ തമിഴ്നാട് എന്ന് പറയുന്നത് ലൊക്കേറ്റഡ് ഇൻ ദ ഈസ്റ്റേൺ സ്ലോപ്പിലാണ് തമിഴ്നാട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഈസ്റ്റേൺ സ്ലോപ്പ് എന്ന് വെച്ചാൽ കിഴക്കേ ചെരുവിലാണ് തമിഴ്നാട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഗെറ്റ്സ് ലോ റെയിൻഫോൾ. അപ്പോൾ അതായത് കേരളത്തിൻ്റെ നേരെ കേരളം
അത് കഴിഞ്ഞിട്ട് തമിഴ്നാട്, ഇതിൻ്റെ ഇടയ്ക്കാണ് ഒരു പശ്ചിമഘട്ടം ഉള്ളത്. അപ്പോൾ ഈ പശ്ചിമഘട്ടത്തിൻ്റെ ഈസ്റ്റേൺ സൈഡിൽ തമിഴ്നാടും വെസ്റ്റേൺ സൈഡിൽ കേരളമാണ്. അപ്പോൾ കേരളത്തിലെ ഹെവി റെയിൻഫോൾ ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായ തമിഴ്നാട്ടിൽ എന്തായിരിക്കും? ലോ റെയിൻഫോൾ അല്ലേ, റെയിൻഫോൾ കുറവായിരിക്കും, വളരെ കുറച്ച് മഴയെ തമിഴ്നാട്ടിൽ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഈ വെസ്റ്റേൺ ഘട്ടം ഇങ്ങനെ നിൽക്കുന്നതാണ് അതിനുള്ള കാരണം, അത് നമ്മൾ മനസ്സിലാക്കാം. Such regions with low rainfall are generally known as rain shadow regions. ഇങ്ങനെ കുറച്ച് ഒരു മല, ആ മലയുടെ ഒരു സൈഡിൽ നല്ല റെയിൻഫോൾ, മറ്റേ സൈഡിൽ കുറച്ച് റെയിൻഫോൾ, അങ്ങനെ കിട്ടുന്ന പ്രദേശത്തിനെ നമ്മൾ പറയുന്നതാണ് റെയിൻ ഷാഡോ റീജിയൻ. റെയിൻ ഷാഡോ റീജിയൻ അല്ലെങ്കിൽ മഴ നിഴൽ പ്രദേശങ്ങൾ. റെയിൻ മഴ, ഷാഡോ നിഴൽ, റീജിയൻസ് പ്രദേശങ്ങൾ, മഴ നിഴൽ പ്രദേശങ്ങൾ, റെയിൻ ഷാഡോ റീജിയൻ. അപ്പോൾ തമിഴ്നാട് ഒരു റെയിൻ ഷാഡോ റീജിയൻ ആണ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ കേരളം സ്ഥിതി ചെയ്യുന്നത്. ഈ ഫിഗർ നോക്കി നമുക്ക് അതിനെക്കുറിച്ച് ഒരു ഏകദേശ സൈഡിൽ, ഈ പച്ചപ്പാറ്റ് കിടക്കുന്ന നമ്മുടെ കേരളവും ഇപ്പുറത്തെ സൈഡിൽ കിടക്കുന്നത് തമിഴ്നാടുമാണ്. When moisture laden winds blow parallel to the mountain ranges, wind pass without precipitation because there are no barriers to obstruct. അതായത് മോയ്സ്ചർ ലാഡൻ വിൻഡ്സ് എന്ന് വെച്ചാൽ ഈ ഈർപ്പം വഹിക്കുന്ന കാറ്റുകൾ ബ്ലോ പാരലായിട്ട് സമാന്തരമായിട്ടാണ് ബ്ലോ ചെയ്യുന്നത്, വീശുന്നത്. എന്തിന് സമാന്തരമായിട്ട്? ടു ദ മൗണ്ടെയിൻ റേഞ്ചസ്, പർവ്വതനിരകൾക്ക് പാരലായിട്ടാണ് ബ്ലോ ചെയ്യുന്നതെങ്കിൽ വിൻഡ് പാസ് വിത്തൗട്ട് പ്രസിപ്പിറ്റേഷൻ, വിൻഡ് പാസ് ചെയ്യുന്നു, ആ കാറ്റ് അങ്ങ് പാസ് ചെയ്തു അല്ലെങ്കിൽ വീശി അങ്ങ് പോകുന്നു. വിത്തൗട്ട് പ്രസിപ്പിറ്റേഷൻ, മഴ പെയ്യിക്കാതെ അത് കടന്നു പോകുന്നു, വിൻഡ് കടന്നു പോകുന്നു. ബിക്കോസ് എന്തുകൊണ്ടാൽ ദെയർ ആർ നോ ബാരിയേഴ്സ് ടു ഒബ്സ്ട്രക്റ്റ്, അവിടെ അതിനെ തടഞ്ഞു നിർത്താൻ ഒരു ബാരിയറും ഒരു തടസ്സങ്ങളും ഇല്ലാത്തത് കൊണ്ട് അത് വളരെ സുഗമമായിട്ട് കടന്നങ്ങ് പോകുന്നു. This is the reason behind the desertification of the region comprising Aravalli ranges of Rajasthan. അപ്പോൾ ഇങ്ങനെ ആണ്, ഇതുകൊണ്ടാണ്, ഈ ഒരു കാരണം കൊണ്ടാണ് ദിസ് ഈസ് ദ റീസൺ, ഈ ഒരു കാരണം കൊണ്ടാണ് ബിഹൈൻഡ് ദ ഡെസേർട്ടിഫിക്കേഷൻ ഓഫ് ദി റീജിയൻ. ഡെസേർട്ടിഫിക്കേഷൻ എന്ന് വെച്ചാൽ മരുഭൂവൽക്കരണം. എവിടത്തെ മരുഭൂവൽക്കരണം? ഓഫ് ദ റീജിയൻ കംപ്രൈസിങ് ആരവല്ലി റേഞ്ചസ് ഓഫ് ദി രാജസ്ഥാൻ. രാജസ്ഥാനിൽ ആരവല്ലി റേഞ്ചസ് ഉണ്ടല്ലോ, ആരവല്ലി നിരകൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ഡെസേർട്ടായി പോവാൻ അല്ലെങ്കിൽ മരുഭൂമിയായി പോകാനുള്ള ആയിത്തീർന്നല്ലോ. അതിൻ്റെ പിന്നിലുള്ള കാരണം ഇതാണെന്നാണ് പറയുന്നത്. ഈ ആരവല്ലി റേഞ്ചസിന് സമാന്തരമായിട്ട് പാരലായിട്ടാണ് വിൻഡ്, കാറ്റ് ബ്ലോ ചെയ്യുന്നത്, വീശുന്നത്. അപ്പോൾ അവിടെ അതിനെ തടഞ്ഞു നിർത്താൻ വേറെ മരങ്ങളോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? ആ കാറ്റ് സുഗമമായിട്ട് വീശി അങ്ങ് പോവും. അപ്പോൾ എന്ത് പറ്റും? അവിടെയൊന്നും മഴ പെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ എന്തായി മാറി? ഡെസേർട്ടായി മാറി. ഓക്കെ ആണല്ലോ. ഏരിയാസ് ഇൻ ക്ലോസ് പ്രോക്സിമിറ്റി ടു ഓഷ്യൻ എക്സ്പീരിയൻസ് ഹ്യൂമിഡ് ക്ലൈമറ്റ്. അതായത് പ്രോക്സിമിറ്റി എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു സാമീപ്യം. ഏത്? ഏരിയാസ് ഇൻ ക്ലോസ് പ്രോക്സിമിറ്റി ടു ഓഷ്യൻ, സമുദ്രത്തിൻ്റെ സമീപത്തുള്ള ഏരിയാസിൽ എന്താണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? ഹ്യൂമിഡ് ക്ലൈമറ്റ്, ആർദ്രമായിട്ടുള്ള കാലാവസ്ഥ. എന്ന് വെച്ചാൽ ഈ എയറിൽ വാട്ടർ വേപ്പറിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. അപ്പം നമ്മുടെ സമുദ്രത്തിൻ്റെ അടുത്ത് ചേർന്ന് കിടക്കുന്ന അല്ലെങ്കിൽ സമുദ്രത്തിനോട് അടുത്ത് ഉള്ള റീജിയൻസിൽ എന്താണ് അനുഭവപ്പെടുന്നത്? ഹ്യൂമിഡ് ക്ലൈമറ്റ് ആണ്. ഹ്യൂമിഡ് ക്ലൈമറ്റ് എന്ന് വെച്ചാൽ ആർദ്രമായിട്ടുള്ള കാലാവസ്ഥ. ആൻഡ് ഏരിയാസ് ഫാർ അവേ ഫ്രം ദ ഓഷ്യൻ, അതായത് സമുദ്രത്തിൽ നിന്ന് അകലെയുള്ള സ്ഥലങ്ങളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് റിലേറ്റീവ്ലി ഡ്രൈ ക്ലൈമറ്റ്, ഡ്രൈ ആയിട്ടുള്ള ക്ലൈമറ്റ്, അതായത് വരണ്ട ഒരു കാലാവസ്ഥയായിരിക്കും അനുഭവപ്പെടുന്നത്. അപ്പോൾ സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന റീജിയൻസിൽ ഹ്യൂമിഡ് ക്ലൈമറ്റും സമുദ്രത്തിനോട് അകലെയുള്ള സ്ഥലങ്ങളിൽ ഡ്രൈ ക്ലൈമറ്റും ആയിരിക്കും അനുഭവപ്പെടുന്നത്. ദ ഡയറക്ഷൻ ഓഫ് ദി വിൻഡ് ആൻഡ് ദ എമൗണ്ട് ഓഫ് മോയ്സ്ചർ ഇൻ ഇറ്റ് ഇൻഫ്ലുവൻസസ് ദ ക്ലൈമറ്റ്. വിൻഡിൻ്റെ ഡയറക്ഷൻ, അതായത് കാറ്റിൻ്റെ ദിശയും പിന്നെ അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ള മോയ്സ്ചർ കണ്ടൻറ്റും, എമൗണ്ട് ഓഫ് മോയ്സ്ചർ ഇൻ ഇറ്റ്, അതിൻ്റെ അകത്ത് ഉള്ള മോയ്സ്ചറിൻ്റെ അളവും ക്ലൈമറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, നമ്മുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു. Do these regional differences in physiography and climate create any differences in the life of the people? ഭൂപ്രകൃതിയിലും കാലാവസ്ഥയിലും അനുഭവപ്പെടുന്ന ഈ പ്രാദേശിക റീജിയണൽ ഡിഫറൻസ്, അതായത് പ്രാദേശികമായിട്ടുള്ള വ്യത്യാസങ്ങൾ നമ്മുടെ പീപ്പിളിൻ്റെ ലൈഫിനെ സ്വാധീനിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്വാധീനിക്കുന്നുണ്ടോ? യെസ് അല്ലേ, സ്വാധീനിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ആൾക്കാരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട്. നോക്കിയല്ലോ. ആർ ദ ഫുഡ് ഹാബിറ്റ്സ് ഓഫ് ദി പീപ്പിൾ ഓഫ് നോർത്ത് ആൻഡ് സൗത്ത് ഇന്ത്യ ദ സെയിം? നോർത്ത് ഇന്ത്യയിലുള്ള ആൾക്കാരുടെ ഫുഡ് ഹാബിറ്റ്സും സൗത്ത് ഇന്ത്യയിലുള്ള ആൾക്കാരുടെ ഫുഡ് ഹാബിറ്റ്സും
സെയിം ആണോ? അല്ല അല്ലേ? ഇസ് ദ ഡ്രസ് സ്റ്റൈൽ ഓഫ് പീപ്പിൾ ഓഫ് കാശ്മീർ ആൻഡ് ദ സെയിം ആസ് ദാറ്റ് ഓഫ് ദി പീപ്പിൾ ഓഫ് തമിഴ്നാട്? തമിഴ്നാട്ടിലുള്ള ആൾക്കാരുടെ ഡ്രസ്സിങ് സ്റ്റൈലും കാശ്മീരിലുള്ള ആൾക്കാരുടെ ഡ്രസ്സിങ് സ്റ്റൈലും ഒരുപോലെയാണോ? അല്ല അല്ലേ? കാശ്മീരിൽ നല്ല തണുപ്പ് അനുഭവപ്പെടും, അപ്പോൾ അതനുസരിച്ചുള്ള കമ്പിളിയൊക്കെ ഉള്ള വസ്ത്രങ്ങളാണ് അവർ ധരിക്കുന്നത്. എന്നാൽ തമിഴ്നാട്ടിൽ ചൂട് കാലാവസ്ഥയാണ്, അപ്പോൾ അവർ അതിനനുസരിച്ചുള്ള വസ്ത്രങ്ങളായിരിക്കും ധരിക്കുന്നത് അല്ലേ? ആർ ദ മേജർ ക്രോപ്സ് കൾട്ടിവേറ്റഡ് ഇൻ ദ വെസ്റ്റേൺ ഗട്ട്സ് ആൻഡ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ദ സെയിം? അതായത് വെസ്റ്റേൺ ഗട്ട്സിൽ, നമ്മുടെ പശ്ചിമഘട്ടത്തിലും നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ, ഉത്തരമഹാസമുദ്രത്തിലും കൃഷി ചെയ്യുന്ന, കൾട്ടിവേറ്റ് ചെയ്യുന്ന മേജർ ക്രോപ്സ്, പ്രധാനപ്പെട്ട വിളകൾ എന്ന് പറയുന്നത് ഒരേപോലെയാണോ? വെസ്റ്റേൺ ഗട്ട്സിൽ കുറച്ച് തണുപ്പൊക്കെ ഉള്ള ഒരു കാലാവസ്ഥയാണ്. നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലെന്ന് പറഞ്ഞാൽ ഒരു സമതല പ്രദേശമാണ്. അപ്പോൾ ഇവിടെ രണ്ട് സ്ഥലത്തും കൾട്ടിവേറ്റ് ചെയ്യുന്നത് ഒരേപോലത്തെ ക്രോപ്സ് ആണോ? അല്ല അല്ലേ? രണ്ട് സ്ഥലത്തും വ്യത്യാസമുണ്ട്. ഐഡൻറ്റിഫൈ ദ ക്രോപ്പ് ഗ്രോൺ ഇൻ ദ വെസ്റ്റേൺ ഗട്ട്സ് ഫ്രം ദ ഗിവൺ പിക്ചേഴ്സ്. 6.7, 6.8 ഇവിടെ രണ്ട് പിക്ചർ ഉണ്ട്. ഒന്ന് ഏലം, കാർഡമം കൾട്ടിവേഷനാണ്. രണ്ടാമത്തത് വീറ്റ് ഫീൽഡ്, ഗോതമ്പ് കൃഷിയാണ്. അപ്പോൾ ഇതിൽ ഏതാണ് വെസ്റ്റേൺ ഗട്ട്സിൽ കൃഷി ചെയ്യുന്നത്, ഏതാണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ കൃഷി ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇതിൽ കാർഡമം എന്ന് പറയുന്നത് കൾട്ടിവേറ്റ് ചെയ്യുന്നത് വെസ്റ്റേൺ ഗട്ട്സിലും, വീറ്റ് ഫീൽഡ് എവിടെയായിരിക്കും? വീറ്റ് കൾട്ടിവേറ്റ് ചെയ്യുന്നത് നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലും ആയിരിക്കും അല്ലേ? അടുത്തത്, ദ അഗ്രികൾച്ചർ, ഫുഡ്, ഹൗസിംഗ്, clothing, rituals, celebrations, etc. of the people in each area is in accordance with the physiography and climate of that region. അതായത് അഗ്രികൾച്ചർ എന്ന് വെച്ചാൽ കൃഷി, ഫുഡ് ആഹാരം, ഹൗസിംഗ് പാർപ്പിടം, ക്ലോത്തിങ് വസ്ത്രധാരണം, റിച്വൽസ് ആചാരം, സെലിബ്രേഷൻസ് ആഘോഷങ്ങൾ, ഇതെല്ലാം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? ഫിസിയോഗ്രഫി ആൻഡ് ക്ലൈമറ്റ് ഓഫ് ദാറ്റ് റീജിയൻ. ആ റീജിയനിലെ, ആ പ്രദേശത്തെ ഫിസിയോഗ്രഫി, ഭൂപ്രകൃതിയെയും ക്ലൈമറ്റ് കാലാവസ്ഥയെയും ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓരോ റീജിയനിലെയും അഗ്രികൾച്ചർ, ഫുഡ്, ഹൗസിംഗ്, ക്ലോത്തിങ്, റിച്വൽ, സെലിബ്രേഷൻ, ഇതൊക്കെ എന്ന് പറയുന്നത് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്? ഫിസിയോഗ്രഫി ആൻഡ് ക്ലൈമറ്റ് ഓഫ് ദാറ്റ് റീജിയൻ. ആ റീജിയനിലെ ഫിസിയോഗ്രഫി, ഭൂപ്രകൃതിയെയും ക്ലൈമറ്റ് കാലാവസ്ഥയെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത നോക്കിയോളൂ. ആസ് ദ മെജോറിറ്റി ഓഫ് പീപ്പിൾ ഇൻ ഇന്ത്യ ആർ എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ. നമ്മുടെ ഇന്ത്യയിലെ മെജോറിറ്റി എന്ന് വെച്ചാൽ ഭൂരിപക്ഷം ആളുകളും എൻഗേജ് ചെയ്തിട്ടുള്ളത്, ഏർപ്പെട്ടിരിക്കുന്നത് ഏതിലാണ്? ഇൻ അഗ്രികൾച്ചർ, കൃഷിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ് ഇന്ത്യയിലെ മെജോറിറ്റി ആൾക്കാരും. The fluctuations in rainfall distribution have a significant influence on people's life. ദ ഫ്ലക്ച്വേഷൻസ്. എന്താണ് ഫ്ലക്ച്വേഷൻസ് എന്ന് പറഞ്ഞാൽ? ഏറ്റക്കുറിച്ചിലുകൾ. ഏതിലുള്ള ഏറ്റക്കുറിച്ചിലുകൾ? ഇൻ റെയിൻഫോൾ ഡിസ്ട്രിബ്യൂഷൻ, മഴയുടെ വിതരണത്തിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ്, ഏറ്റക്കുറിച്ചിലുകൾ ഹാവ് എ സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഓൺ പീപ്പിൾസ് ലീവ്സ്. പീപ്പിൾസ് ലീവ് എന്ന് വെച്ചാൽ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ്, വളരെ പ്രധാനപ്പെട്ട ഒരു സ്വാധീനം ചെലുത്തുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് മഴയുടെ വിതരണത്തിലുള്ള ഏറ്റക്കുറച്ചിലുകൾ. എല്ലാ റീജിയനിലും ഒരേപോലെ അല്ല മഴ ലഭിക്കുന്നത്, പല റീജിയനിലും പല രീതിയിലാണ് മഴ ലഭിക്കുന്നത്. ഇങ്ങനെ ഈ മഴയുടെ ഏറ്റക്കുറച്ചിലുകൾ ജനജീവിതത്തെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി വൈൽ എക്സ്റ്റെൻസീവ് കൾട്ടിവേഷൻ ഈസ് പ്രാക്ടീസ്ഡ് ഇൻ ഹെവി റെയിൻഫോൾ ഏരിയാസ്. എന്നാൽ എക്സ്റ്റെൻസീവ് എന്ന് വെച്ചാൽ വ്യാപകമായ കൾട്ടിവേഷൻ, കൃഷി പ്രാക്ടീസ് ചെയ്യുന്നു, കൃഷി നടത്തുന്നു. എവിടെ? ഇൻ ഹെവി റെയിൻഫോൾ ഏരിയാസ്, വളരെ നല്ല രീതിയിൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ വളരെ വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നു. Many regions are rendered unfit for the cultivation due to water scarcity. എന്നാൽ many regions, ഒരുപാട് പ്രദേശങ്ങൾ are rendered unfit ആയി മാറുന്നു, അതായത് അനുയോജ്യമല്ലാതായി മാറുന്നു. എന്തിന് അനുയോജ്യമല്ലാതായിരുന്നു? ഫോർ ദ കൾട്ടിവേഷൻ, കൃഷിക്ക് അല്ലേ? കൃഷിക്ക് അനുയോജ്യമല്ലാതായി മാറുന്നു. എന്തുകൊണ്ട്? ഡ്യൂ ടു വാട്ടർ സ്കേഴ്സിറ്റി. വാട്ടറിൻ്റെ ക്ഷാമം അല്ലെങ്കിൽ ജല ദൗർലഭ്യം നിമിത്തം ഒരുപാട് റീജിയൻസും അൺഫിറ്റായി മാറുന്നു, കൃഷിക്ക് അനുയോജ്യമല്ലാതായി മാറുന്നു. അടുത്ത സെൻറ്റൻസ്, ക്രോപ്സ് ഗ്രോൺ ആൾസോ വേരി അക്കോർഡിംഗ് ടു ഫ്ലക്ച്വേഷൻസ് ഇൻ റെയിൻഫോൾ. ഈ റെയിൻഫോളിൽ, മഴയിലെ
ഫ്ലക്ച്വേഷൻസ്, ഏറ്റക്കുറച്ചിലുകൾ കാരണം ഈ പല പല പ്രദേശങ്ങളിലും കൃഷി ചെയ്യുന്ന ക്രോപ്സ്, വിളകൾ വ്യത്യസ്തമായിരുന്നു. അതായത് നല്ല മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്ന വിളകളും പിന്നെ കുറച്ച് മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്ന വിളകളും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ? നല്ല മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്ന വിളകളെ കൊണ്ടുവന്ന് നമ്മൾ കുറച്ച് മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്താൽ എങ്ങനെ ഇരിക്കും? അത് നശിച്ചു പോകും അല്ലേ? അതുകൊണ്ട് നല്ല മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ അതിനനുസരിച്ചുള്ള കൃഷി നടത്തുന്നു, കുറച്ച് മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ അതിനനുസരിച്ചുള്ള കൃഷി നടത്തുന്നു. ഓക്കെ, ഇനി റൈസ് ഈസ് ദ മേജർ സെറിയൽ ക്രോപ്പ് ഇൻ റീജിയൻസ് വിത്ത് ഹെവി റെയിൻഫോൾ. ഹെവി ആയിട്ട് നല്ല മഴ ലഭിക്കുന്ന, ഹെവി റെയിൻഫോൾ, നല്ല മഴ ലഭിക്കുന്ന റീജിയൻസിൽ നമ്മൾ കൃഷി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ധാന്യമാണ് റൈസ് എന്ന് പറയുന്നത്. നെല്ല് നെല്ലെന്ന് പറയുന്നത് നല്ല രീതിയിൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്ന ഒരു വിളയാണ് എന്ന് പറയുന്നത് നെല്ലെന്ന് പറയുന്നത്. വയൽ വീറ്റ് ഇൻ ദ റീജിയൻസ് വിത്ത് മോഡറേറ്റ് റെയിൻഫോൾ. എന്നാൽ മിതമായ നിരക്കിൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ നമ്മൾ കൃഷി ചെയ്യുന്ന ഒരു വിളയാണ് വീറ്റ് അല്ലെങ്കിൽ ഗോതമ്പ് എന്ന് പറയുന്നത്. ഇനി പൾസസ് ആൻഡ് കോഴ്സ് ഗ്രെയിൻസ് ആർ ഗ്രോൺ ഇൻ റീജിയൻസ് വിത്ത് ലോ റെയിൻഫോൾ. വളരെ കുറച്ച് മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ നമ്മൾ കൃഷി ചെയ്യുന്ന വിളകളാണ് പൾസസ് എന്ന് വെച്ചാൽ പയറുവർഗ്ഗങ്ങളും ആൻഡ് കോഴ്സ് ഗ്രെയിൻസ് വെച്ചാൽ പരുക്കൻ ധാന്യങ്ങൾ എന്ന് പറയും. അതായത് അതിൻ്റെ ഉപരിതലം പരുക്കനായിട്ടിരിക്കും. അതിന് എക്സാമ്പിളാണ് നമ്മുടെ മില്ലറ്റ്സ്, ചെറുധാന്യങ്ങൾ അല്ലേ? മില്ലറ്റ്സ് എന്ന് പറയുന്ന ചെറുധാന്യങ്ങൾ അല്ലേ? അതൊക്കെ ജോവർ, ബജ്റ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ എന്ന് പറയുന്നത് വളരെ കുറച്ച് മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ നമ്മൾ വളർത്തുന്ന സാധനങ്ങളാണ്, ക്രോപ്സ് ആണ് എന്ന് പറയുന്നത് പൾസസും കോഴ്സ് ഗ്രെയിൻസും. മനസ്സിലായോ? അപ്പം നല്ല മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ നമ്മൾ റൈസ്, മോഡറേറ്റ് റെയിൻഫോൾ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ വീറ്റ്, ലോ റെയിൻഫോൾ വളരെ കുറച്ച് മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ, മഴ തീരെ കുറഞ്ഞ പ്രദേശങ്ങളിൽ പൾസസും കോഴ്സ് ഗ്രെയിൻസുമാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഇനി താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, കണ്ടോ? ക്രോപ്പ്, വാട്ടർ റിക്വയർമെൻറ്റ്, സോയിങ് മന്ത്സ്, ഹാർവസ്റ്റ് മന്ത്. അതായത് ക്രോപ്പ്, ഒരു വിള, പിന്നെ അതിൻ്റെ അപ്പുറത്ത് വാട്ടർ റിക്വയർമെൻറ്റ്, അതിന് എത്രത്തോളം വാട്ടർ വേണം എന്നുള്ളത്, പിന്നെ സോയിങ് മന്ത്സ്, അത് വിതയ്ക്കുന്ന മാസം, ഹാർവസ്റ്റ് മന്ത്, വിളവ് എടുക്കുന്ന മാസം. അങ്ങനെ ഒരു ടേബിളാണ് തന്നിട്ടുള്ളത്. നോക്കിയുള്ളൂ. ക്രോപ്പ്, ഒന്നാമത്തത് റൈസ്. നമ്മൾ നേരത്തെ പറഞ്ഞു റൈസിന് എങ്ങനെയാണ് വേണ്ടത്, ജലത്തിൻ്റെ വാട്ടറിൻ്റെ റിക്വയർമെൻറ്റ് എങ്ങനെയാണ്? നല്ല രീതിയിൽ വാട്ടർ വേണം അല്ലേ? അബണ്ടൻറ്റ് വാട്ടർ ഈസ് റിക്വയർഡ്. ധാരാളം വാട്ടർ, ജലം ഈസ് നീഡഡ്. വളരെയധികം ജലം ആവശ്യമാണ്. ഏതിന്? റൈസിന്. ഇനി സോയിങ് മന്ത്സ്, അത് കൃഷി വിത്ത് വിതയ്ക്കുന്ന ആ ഒരു മന്ത് ഏത് മാസമാണ്? ജൂണിലാണ് അത് വിത്ത് വിതയ്ക്കുന്നത്. ഹാർവസ്റ്റ് മന്ത് ഏതാണ്? സെപ്റ്റംബർ. അതിന് വിളവെടുക്കുന്നത് സെപ്റ്റംബറിൽ. അടുത്തത് വീറ്റിൽ എന്താണ് വാട്ടർ റിക്വയർമെൻറ്റ് എങ്ങനെയാണ്? മോഡറേറ്റ് എമൗണ്ട് ഓഫ് വാട്ടർ ഈസ് നീഡഡ്. വളരെ മോഡറേറ്റ് ആയിട്ടുള്ള എമൗണ്ട് ഓഫ് വാട്ടർ ആണ് ആവശ്യം. അത് സോയിങ് മന്ത് എന്ന് പറയുന്നത് ഒക്ടോബർ ആണ്. ഇനി ഹാർവസ്റ്റ് മന്ത് എന്ന് പറയുന്നത് മാർച്ചാണ്. ഒക്ടോബറിൽ നമ്മൾ കൃഷി ഇറക്കുന്നു, വിളവെടുക്കുന്നത് മാർച്ചിലാണ്. ഓക്കെ ആണല്ലോ. ഇനി വാട്ടർമെലൺ എന്ന് പറയുന്നത് ഇറിഗേഷൻ ഈസ് നീഡഡ് ഇൻ ഏരിയാസ് വിത്ത് സ്പാർസ് റെയിൻഫോൾ. സ്പാർസ് റെയിൻഫോൾ എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായിട്ട് മാത്രമേ മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ, അതായത് വളരെ കുറച്ച് മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് വാട്ടർമെലൺ. പക്ഷെ നമ്മൾ അവിടെ എന്ത് വേണം? ഇറിഗേഷൻ ഈസ് നീഡഡ്, ജലസേചനം. ഇറിഗേഷൻ എന്ന് വെച്ചാൽ ജലസേചനം ആവശ്യമാണ്. ഇൻ ഏരിയാസ് വിത്ത് സ്പാർസ് റെയിൻ, വളരെ കുറച്ച് മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ നമുക്ക് ഇറിഗേഷൻ ആവശ്യമാണ്. ഇനി ഇത് സോയിങ് മന്ത് എപ്പോഴാണ്? ഏപ്രിൽ മാസത്തിൽ സോ ചെയ്യുന്നു, വിത്ത് വിതയ്ക്കുന്നു. ഹാർവസ്റ്റ് മന്ത് ഏതാണ്? ജൂണിൽ ഹാർവസ്റ്റ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. Didn't you understand that crops are grown in different season? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഡിഫറെൻറ്റ് സീസണിലൊക്കെ, അതായത് വ്യത്യസ്ത സീസൺസിൽ നമ്മൾ വിളകൾ കൃഷി ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. There are definite seasons for sowing and ഹാർവസ്റ്റിംഗ് ഓഫ് ഈച്ച് ക്രോപ്പ്. ഓരോ വിളകളും പിന്നെ നമുക്ക് സോയിങ് എന്ന് പറഞ്ഞാൽ വിതയ്ക്കുന്നതിനും ഹാർവസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വിളവെടുക്കുന്നതിനും ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള സീസൺസ് ഉണ്ട്. ഓരോ വിളയും വിളവെടുക്കാനും വിളവിറക്കാനും ഒക്കെ ഡെഫിനറ്റ് സീസൺസ് ഉണ്ട്. ദീസ് സീസൺസ് ആർ നോൺ ആസ് ക്രോപ്പിംഗ് സീസൺ. ഇങ്ങനെയുള്ള സീസണിലെയാണ് നമ്മൾ ക്രോപ്പിംഗ് സീസൺസ് എന്ന് പറയുന്നത്. അതായത് കാർഷിക കാലങ്ങൾ, ക്രോപ്പിംഗ് സീസൺസ് അല്ലെങ്കിൽ കാർഷിക കാലങ്ങൾ എന്ന് പറയുന്നത്. ദർ ആർ 3 ക്രോപ്പിംഗ് സീസൺസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ 3 ക്രോപ്പിംഗ് സീസൺസ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ് ഇന്ത്യയിലെ ക്രോപ്പിംഗ് സീസൺസ്? ഇന്ത്യയിൽ എത്ര ക്രോപ്പിംഗ് സീസൺസ് ഉണ്ട്? 3 ക്രോപ്പിംഗ് സീസൺസ് ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ശ്രദ്ധിച്ചിരുന്നോ? ഇന്ത്യയിൽ 3 ക്രോപ്പിംഗ് സീസൺസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഖാരിഫ്, റാബി, സെയ്ദ്. ഇതൊക്കെയാണ് ഖാരിഫ്, റാബി, സെയ്ദ് എന്നിങ്ങനെ 3 ക്രോപ്പിംഗ് സീസൺസ് ആണ് ഇന്ത്യയിലുള്ളത്.
ഡ്യൂറിങ് ഖാരിഫ് സീസൺ ദാറ്റ് കോയിൻസൈഡ്സ് വിത്ത് ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ. സൗത്ത് വെസ്റ്റ് മൺസൂൺ, തെക്കു പടിഞ്ഞാറൻ മൺസൂണിനോട് കോയിൻസൈഡ് ചെയ്ത്, അതായത് ചേർന്ന് വരുന്ന ഒരു സീസണാണ് ഖാരിഫ് സീസൺ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഖാരിഫ് സീസൺ എന്ന് പറയുന്നത് ഏതുമായിട്ട് ചേർന്ന് വരുന്നതാണ്? സൗത്ത് വെസ്റ്റ് മൺസൂണുമായിട്ട് ചേർന്ന് വരുന്നതാണ്. ക്രോപ്സ് ദാറ്റ് റിക്വയർ ഹൈ ടെമ്പറേച്ചർ. ഖാരിഫ് സീസണിലുള്ള ക്രോപ്സിന് എന്താവശ്യമാണ്? ഹൈ ടെമ്പറേച്ചർ ആൻഡ് അബണ്ടൻറ്റ് വാട്ടർ. വളരെ ധാരാളം വെള്ളവും വേണം, ഹൈ ടെമ്പറേച്ചറും വേണം. ഏതിന്? ഖാരിഫ് ക്രോപ്സിന്. മനസ്സിലായല്ലോ? ഖാരിഫ് സീസൺ എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് മൺസൂണുമായിട്ട് കോയിൻസൈഡ് ചെയ്ത് വരുന്നു. ഇറ്റ് റിക്വയർ, ഇതിനാവശ്യമാണ് എന്താവശ്യമാണ്? ഹൈ ടെമ്പറേച്ചർ. ഹൈ ടെമ്പറേച്ചർ ആവശ്യമാണ്. അബണ്ടൻറ്റ് വാട്ടർ, ധാരാളം വെള്ളവും ആവശ്യമാണ്. പിന്നെ പറഞ്ഞിട്ടുള്ളത് ലൈക്ക് ഏതൊക്കെയാണ്? അതിൻ്റെ എക്സാമ്പിൾസ്, ഖാരിഫ് ക്രോപ്സിൻ്റെ എക്സാമ്പിൾസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ്? പാഡി, കോട്ടൺ, ജൂട്ട്, ജോവർ, ബജ്റ ആൻഡ് തൂർ. ഏതൊക്കെയാണ്? പാഡി നെല്ല്, കോട്ടൺ അറിയാലോ, എന്താ പരുത്തി. പിന്നെ ജൂട്ട് എന്ന് വെച്ചാൽ ചണം. പിന്നെ ചണം ജൂട്ട് എന്ന് വെച്ചാൽ ചണം. പിന്നെ ജോവർ ബജ്റ ആൻഡ് തൂർ എന്ന് വെച്ചാൽ തുവര. അപ്പോൾ ഇതെല്ലാമാണ് ഏത് പ്രധാനപ്പെട്ട ഖാരിഫ് ക്രോപ്സ് എന്ന് പറഞ്ഞാൽ. ഏതൊക്കെയാണ്? പാഡി, കോട്ടൺ, ജൂട്ട്, ജോവർ, ബജ്റ ആൻഡ് തൂർ. ഏതൊക്കെയാണ്? പാഡി നെല്ല്, പിന്നെ കോട്ടൺ നമ്മുടെ പരുത്തി, ജൂട്ട് ചണം, ജോവർ ബജ്റ, പിന്നെ തൂർ തുവര. ഇതത്രയുമാണ് ഖാരിഫ് ക്രോപ്പ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ഒരൊറ്റ പാരഗ്രാഫ് ഖാരിഫ് ക്രോപ്പിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലെല്ലാം പോയിന്റ്സ് ആണ്. ഖാരിഫ് ക്രോപ്പ് ഏത് മൺസൂൺ സമയത്തുള്ള ഒരു ക്രോപ്പാണ് ഖാരിഫ് ക്രോപ്പ് എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ ഖാരിഫ് സീസൺ എന്ന് പറയുന്നത് മൺസൂൺ സീസണാണ്. മൺസൂൺ സീസണുമായിട്ട് ബന്ധപ്പെട്ട സീസണാണ് ഏതെന്ന് പറയുന്നത്? ഖാരിഫ് സീസൺ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഒന്നാമത്തെ പോയിന്റായി. അത് ഏത് മൺസൂണാണ്? സൗത്ത് വെസ്റ്റ് മൺസൂൺ, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. ഓക്കെ. പിന്നെ ഖാരിഫ് ക്രോപ്പിൽ എന്തൊക്കെയാണ് അതിലുള്ള ക്രോപ്സിന് എന്തൊക്കെയാണ് വേണ്ടത്? ഹൈ ടെമ്പറേച്ചർ, നല്ല ഉയർന്ന ഊഷ്മാവും, പിന്നെ അബണ്ടൻറ്റ് വാട്ടർ, ധാരാളം ജലവും ആവശ്യമുണ്ട് ഈ ഖാരിഫ് ക്രോപ്സിന്. ഇനി എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? പാഡി, പിന്നെ കോട്ടൺ, ജൂട്ട്, പിന്നെ ജോവർ, ബജ്റ ആൻഡ് തൂർ. ഇതൊക്കെയാണ് എക്സാമ്പിൾസ്. ഓക്കെ, മനസ്സിലായല്ലോ? 3 പോയിന്റ്സ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് റാബി സീസണിനെ കുറിച്ചാണ്. റാബി, രണ്ടാമത്തെ സീസൺ, റാബി സീസൺ വിച്ച് ബിഗിൻസ് വിത്ത് ദ ഓൺസെറ്റ് ഓഫ് വിൻ്റർ. വിൻ്ററിൻ്റെ വരവോട് കൂടിയാണ് റാബി സീസൺ ആരംഭിക്കുന്നത്. വിൻ്റർ സമയത്താണ് അപ്പോൾ റാബി. അപ്പോൾ വിൻ്റർ സീസണുമായിട്ട് ബന്ധപ്പെട്ട സീസൺ ഏതാണ്? അത് റാബി സീസണാണ്. മൺസൂൺ സീസണുമായിട്ട് ബന്ധപ്പെട്ടത് ഖാരിഫ് സീസൺ, ഖാരിഫും പിന്നെ നമ്മുടെ വിൻ്റർ സീസണുമായിട്ട് ബന്ധപ്പെട്ടത് റാബിയും ആണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു, റാബി സീസൺ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വിൻ്റർ. ഡ്യൂറിങ് ദ മന്ത്സ് ഓഫ് ഒക്ടോബർ ടു നവംബർ. ഒക്ടോബർ നവംബർ മാസത്തിലാണ് ഇത് കൃഷി ചെയ്യുന്നത് അല്ലേ? ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ഇത് കൃഷി ചെയ്യുന്നത്. ഈസ് ദ സീസൺ ഫോർ ദ കൾട്ടിവേഷൻ. ഇത് എന്തിൻ്റെയൊക്കെ കൾട്ടിവേഷൻ ആണ്? അല്ലെങ്കിൽ ഇതിന് എക്സാമ്പിൾ റാബി ക്രോപ്സിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? വീറ്റ്, പൾസസ്, മസ്റ്റാർഡ് എക്സെട്ര. ഏതൊക്കെയാണ്? വീറ്റ് നമ്മുടെ ഗോതമ്പ്, പൾസസ് പയറുവർഗ്ഗം, മസ്റ്റാർഡ് കടുക്. ഇതൊക്കെയാണ് റാബി ക്രോപ്സിന് എക്സാമ്പിൾസ്. ഏതൊക്കെയാണ്? വീറ്റ്, പൾസസ്, മസ്റ്റാർഡ്. ദാറ്റ് റിക്വയർ ഓൺലി മോഡറേറ്റ് ടെമ്പറേച്ചർ. ഒരു മോഡറേറ്റ് ടെമ്പറേച്ചറാണ് ഇതിനാവശ്യം. അതായത് ഭയങ്കര ചൂടും വേണ്ട, ഭയങ്കര തണുപ്പും വേണ്ട, ഇടയ്ക്കുള്ള ഒരു മിതമായിട്ടുള്ള ഒരു ടെമ്പറേച്ചറും ആൻഡ് വാട്ടർ. മോഡറേറ്റ് ടെമ്പറേച്ചർ ആൻഡ് വാട്ടർ. മോഡറേറ്റ് ആയിട്ടുള്ള മിതമായ ടെമ്പറേച്ചറും മിതമായ വെള്ളവും ഇതിനാവശ്യമാണ്. ദ റാബി സീസൺ എൻഡ്സ് ഇൻ ഫെബ്രുവരി. റാബി സീസൺ എൻഡ് ചെയ്യുന്നത് എപ്പോഴാണ്? ഫെബ്രുവരിയിൽ. തുടങ്ങുന്നത് എപ്പോഴാണ്? ഒക്ടോബർ നവംബർ മാസങ്ങളിൽ. ഒക്ടോബർ നവംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, എൻഡ് ചെയ്യുന്നത് എപ്പോഴാണ്? ഫെബ്രുവരിയിൽ. എന്നാൽ നമ്മുടെ ഖാരിഫ് തുടങ്ങുന്നത് ഏത് മാസം? അതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജൂണിൽ തുടങ്ങുന്നു, അത് അവസാനിക്കുന്നത് സെപ്റ്റംബറിലാണ്. റൈസ് എന്താണ്? ഖാരിഫ് ക്രോപ്പ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ നമ്മൾ ആലോചിച്ചാൽ മതി. ജൂണിൽ തുടങ്ങുന്നു, സെപ്റ്റംബറിൽ എൻഡ് ചെയ്യുന്നു. സെയ്ദ് ഈസ് ദ ഷോർട്ട് സമ്മർ ക്രോപ്പിംഗ് സീസൺ ദാറ്റ് ബിഗിൻസ് ആഫ്റ്റർ റാബി ഹാർവസ്റ്റ്. റാബിയുടെ ഹാർവസ്റ്റിന് ശേഷം ബിഗിൻ ചെയ്യുന്ന ഒരു സമ്മർ ക്രോപ്പാണ്, സമ്മർ ക്രോപ്പിംഗ് സീസണാണ് സെയ്ദ്. സമ്മർ ക്രോപ്പിംഗ് സീസൺ, വേനൽക്കാല കാർഷിക കാലമാണ് സെയ്ദ് എന്ന് പറയുന്നത്. അത് എപ്പോഴാണ് തുടങ്ങുന്നത്? റാബിയുടെ ഹാർവസ്റ്റ് കഴിഞ്ഞിട്ട്, റാബി വിളകളുടെ വിളവെടുപ്പ് കഴിഞ്ഞിട്ട് ആണ് സെയ്ദ് തുടങ്ങുന്നത്. ഡ്യൂറിങ് ദിസ് സീസൺ, ഈ സീസണിൽ നമ്മൾ എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത്? വാട്ടർമെലൺ, നാളെ തണ്ണിമത്തൻ, കുക്കുംബർ, വെള്ളരിക്ക,
പിന്നെ വെജിറ്റബിൾസ്, പച്ചക്കറി, ഫോഡർ ക്രോപ്സ്, കാലിത്തീറ്റ, കാലികൾക്കൊക്കെ കൊടുക്കുന്ന കാലിത്തീറ്റ വിളകളുണ്ടല്ലോ, ഇതൊക്കെയാണ് സെയ്ത് വിളകൾക്ക് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ആർ ഗ്രോൺ ഇൻ ഏരിയാസ് വെയർ ഇറിഗേഷൻ ഈസ് അവൈലബിൾ. ഇതെല്ലാം ഗ്രോൺ ചെയ്യുന്ന ഏരിയാസിൽ ജലസേചനം, ഇറിഗേഷൻ അവൈലബിൾ ആയിരിക്കണം. കാരണം വളരെ കുറച്ച് മഴ കിട്ടുന്ന സമയമാണ് ഈ വേനൽക്കാലം എന്ന് പറയുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് നമുക്ക് ഇറിഗേഷൻ, എക്സ്ട്രാ മഴയെ മാത്രം ആശ്രയിച്ച് പറ്റില്ല, നമുക്ക് ഇറിഗേഷൻ അവൈലബിൾ ആയിരിക്കണം. ഓൾദോ ദർ ആർ 3 അഗ്രികൾച്ചറൽ സീസൺസ് ഇൻ ഇന്ത്യ. അപ്പോൾ നമുക്ക് മനസ്സിലായി, നമുക്ക് ഇന്ത്യയിൽ 3 അഗ്രികൾച്ചറൽ സീസൺ, കാർഷിക കാലങ്ങളാണ് ഉള്ളത്. എങ്കിലും 3 കാർഷിക കാലങ്ങളാണ് ഇന്ത്യയിൽ ഉള്ളതെങ്കിലും റീജിയണൽ വേരിയേഷൻസ് ആർ എവിഡൻറ്റ്. പ്രാദേശികമായിട്ടുള്ള വ്യതിയാനങ്ങൾ പ്രകടമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മഴ കുറഞ്ഞ സമയത്ത് വേനൽക്കാലത്ത് ഉള്ള അല്ലെങ്കിൽ സമ്മർ ക്രോപ്പിംഗ് സീസൺ എന്നറിയപ്പെടുന്നത് ഏതാണ്? സെയ്താണ്. സമ്മർ ക്രോപ്പിംഗ് സീസൺ എന്നറിയപ്പെടുന്നത് സെയ്താണ്. വിൻ്റർ ക്രോപ്പിംഗ് സീസൺ എന്നറിയപ്പെടുന്നത് റാബിയാണ്. മൺസൂൺ ക്രോപ്പിംഗ് സീസൺ എന്നറിയപ്പെടുന്നത് ഖാരിഫാണ്. ഓക്കെ ആണല്ലോ. അടുത്തത് ലെറ്റ് us see how to classify the major crops grown in India. ഇന്ത്യയിൽ പ്രധാനമായിട്ടുള്ള വിളകളെ നമുക്ക് എങ്ങനെ തരംതിരിക്കാം, എങ്ങനെ ക്ലാസിഫൈ ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒന്നാമത്തത് ഫുഡ് ക്രോപ്സ്. ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന വിളകൾ ഏതൊക്കെയാണ്? ഫുഡ് ക്രോപ്സിൽ പറഞ്ഞ ഏതൊക്കെയാണ്? ബാക്കി അതിൻ്റെ ക്ലാസിഫിക്കേഷൻ താഴോട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തത് ഫുഡ് ക്രോപ്സ്. ഫുഡ് ക്രോപ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ഭക്ഷ്യവിളകൾ എന്ന് പറയും. ഭക്ഷണത്തിന് നമ്മൾ ആശ്രയിക്കുന്ന വിളകളെയാണ് ഫുഡ് ക്രോപ്സ് അല്ലെങ്കിൽ ഭക്ഷ്യവിളകൾ എന്നതുകൊണ്ട് പറയുന്നത്. ഫുഡ് ക്രോപ്സ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു 2. നമ്മുടെ ഭക്ഷ്യവിളകളെ 2 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? സെറിയൽസ് ആൻഡ് പൾസസ്. സെറിയൽസ് എന്ന് പറഞ്ഞാൽ ധാന്യങ്ങൾ, പൾസസ് എന്ന് പറഞ്ഞാൽ പയറുവർഗ്ഗങ്ങൾ. അപ്പോൾ സെറിയൽസ് ആൻഡ് പൾസസ് എന്നിങ്ങനെ ഫുഡ് ക്രോപ്സിനെ 2 ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇൻ ഇന്ത്യ ഫൈൻ സെറിയൽസ് സച്ച് ആസ് റൈസ് ആൻഡ് വീറ്റ് ആൻഡ് കോഴ്സ് സെറിയൽസ് സച്ച് ആസ് ബജ്ര, മെയ്സ് ആൻഡ് റാഗി ആർ ഗ്രോൺ. ഇന്ത്യയിൽ ഫൈൻ സെറിയൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൃദുധാന്യങ്ങൾ. അപ്പോൾ ഫൈൻ സെറിയൽസ് അല്ലെങ്കിൽ മൃദുധാന്യങ്ങൾക്ക് എക്സാമ്പിൾ ഏതൊക്കെയാണ്? റൈസും വീറ്റും. ഫൈൻ സെറിയൽസും പിന്നെ കോഴ്സ് സെറിയൽസ് എന്നിങ്ങനെ 2 തരത്തിലുണ്ട്. അപ്പോൾ ഫുഡ് ക്രോപ്സ്, ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന ഫുഡ് ക്രോപ്സിനെ നമ്മൾ ബ്രോഡ്ലി 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സെറിയൽസ് ആൻഡ് പൾസസ് എന്നിങ്ങനെ, ധാന്യങ്ങളെന്നും പയറുവർഗ്ഗങ്ങളെന്നും. സെറിയൽസ് വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഫൈൻ സെറിയൽസും കോഴ്സ് സെറിയൽസ് എന്നും. ഫൈൻ സെറിയൽസിന് എക്സാമ്പിളാണ് വീറ്റും റൈസും. ഇനി കോഴ്സ് സെറിയൽസിന് എക്സാമ്പിളാണ് ബജ്ര, മെയ്സ് ആൻഡ് റാഗി. ബജ്ര എന്ന് തന്നെ പറയുന്നത്. മെയ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ചോളം, റാഗി എന്ന് പറഞ്ഞാൽ അറിയാലോ, മുത്താറി എന്നൊക്കെ പറയാറുണ്ട്. സെറിയൽസിൻ്റെ 2 ആയിട്ട് ഫൈൻ സെറിയൽസ് ആൻഡ് കോഴ്സ് സെറിയൽസ്. ഫൈൻ സെറിയൽസ് വീറ്റും റൈസും, കോഴ്സ് സെറിയൽസ് ബജ്ര, മെയ്സ് ആൻഡ് റാഗി. ഓക്കെ ആണല്ലോ. ഇനി ഗ്രാം ആൻഡ് തൂർദാൽ ആർ ദ മേജർ പൾസസ് കൾട്ടിവേറ്റഡ് ഇൻ ഇന്ത്യ. ഗ്രാം എന്ന് വെച്ചാൽ പയറ്, പിന്നെ തൂർദാൽ തുവരപ്പരിപ്പ്, ഇത് രണ്ടുമാണ് ഇന്ത്യയിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന പൾസസ് എന്ന് പറയുന്നത്, പയറുവർഗ്ഗങ്ങളിൽ ഉൾപ്പെടുന്നത്. ഏതൊക്കെയാണ്? ഗ്രാം ആൻഡ് തൂർദാലാണ് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പൾസസ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് ക്യാഷ് ക്രോപ്സ് അല്ലെങ്കിൽ നാണ്യവിളകൾ എന്ന് പറയും. ക്യാഷ് ക്രോപ്സ് നോക്കിയോളൂ. ദ ക്രോപ്സ്, അപ്പോൾ ഒന്നാമതായിട്ട് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നത് ഫുഡ് ക്രോപ്സ്. 2ാമത്തെ ക്ലാസിഫിക്കേഷനാണ് ക്യാഷ് ക്രോപ്സ്, നാണ്യവിളകൾ. ദ ക്രോപ്സ് ദാറ്റ് ആർ ഗ്രോൺ കൊമേഴ്സ്യലി ഓൺ എ ലാർജ് സ്കെയിൽ ആർ കോൾഡ് ക്യാഷ് ക്രോപ്സ്. അതായത് കൊമേഴ്സ്യലി, വാണിജ്യാടിസ്ഥാനത്തിൽ നമ്മൾ ലാർജ് സ്കെയിലിൽ വൻതോതിൽ കൃഷി ചെയ്യുന്ന വിളകളെയാണ് എന്ത് പറയുന്നത്? ക്യാഷ് ക്രോപ്സ് എന്ന് പറയുന്നത്. ദ ക്രോപ്സ് ദാറ്റ് ആർ ഗ്രോൺ കൊമേഴ്സ്യലി, വാണിജ്യാടിസ്ഥാനത്തിൽ ക്രോപ്സിനെ നമ്മൾ വളർത്തുന്നു. എങ്ങനെ? ഓൺ എ ലാർജ് സ്കെയിൽ, വൻതോതിൽ വാണിജ്യാടിസ്ഥാനത്തിൽ വളർത്തുന്ന ക്രോപ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാഷ് ക്രോപ്സ് അല്ലെങ്കിൽ നാണ്യവിളകൾ എന്ന് പറയുന്നത്. ദീസ് ഇൻക്ലൂഡ്സ്, ഇതിൽ വരുന്നത് ഏതൊക്കെയാണ്? ഷുഗർ കെയിൻ, ടൊബാക്കോ, കോട്ടൺ, ജൂട്ട് ആൻഡ് ഓയിൽ സീഡ്സ്. ഏതൊക്കെയാണ്? ഷുഗർ കെയിൻ നമ്മുടെ കരിമ്പ്, ടൊബാക്കോ പുകയില, കോട്ടൺ പരുത്തി, ജൂട്ട് ചണം, ഓയിൽ സീഡ്സ് എണ്ണക്കുരുക്കൾ, ഇതെല്ലാം ക്യാഷ് ക്രോപ്സിൽ വരുന്നു. മനസ്സിലായല്ലോ? എക്സാമ്പിൾസ് ചോദിക്കും കേട്ടോ. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ കാണുമ്പോൾ കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ നമ്മളത് ഇപ്പോഴേ മനസ്സിലാക്കി പഠിച്ചു പോവുക. ക്യാഷ് ക്രോപ്സിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഷുഗർ കെയിൻ. അപ്പോൾ നമ്മൾ ഷുഗർ കെയിൻ തരുമ്പോൾ അത് നമ്മൾ ഷുഗർ കെയിൻ കഴിക്കാറുണ്ടല്ലോ, കരിമ്പ് നമ്മൾ കഴിക്കാറില്ലേ, അപ്പോൾ അത് ഫുഡ് ക്രോപ്സിൽ വരുമോ? അങ്ങനെ ചിന്തിക്കരുത്. ഷുഗർ കെയിൻ എന്ന് പറയുന്നത് ഏതാണ്? ക്യാഷ് ക്രോപ്സ് ആണ്. ക്യാഷ് ക്രോപ്സ്. അപ്പോൾ ക്യാഷ് ക്രോപ്സിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഷുഗർ കെയിൻ,
പിന്നെ ടൊബാക്കോ പുകയില, കോട്ടൺ പരുത്തി, ജൂട്ട് ചണം, ഓയിൽ സീഡ്സ് എണ്ണക്കുരുക്കൾ ഇതെല്ലാമാണ് ക്യാഷ് ക്രോപ്സിന് എക്സാമ്പിൾസ്. മൂന്നാമത്തത് ഫൈബർ ക്രോപ്സ്. കോട്ടൺ ആൻഡ് ജൂട്ട് ആർ ദ മേജർ ഫൈബർ ക്രോപ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഫൈബർ ക്രോപ്സിൽ ഉൾപ്പെടുന്നതാണ് കോട്ടനും ജൂട്ടും. കോട്ടൺ പരുത്തി, ജൂട്ട് എന്ന് പറഞ്ഞാൽ ചണം. അപ്പോൾ കോട്ടൺ അല്ലെങ്കിൽ പരുത്തിയും ജൂട്ട് ചണവുമാണ് പ്രധാനപ്പെട്ട ഫൈബർ ക്രോപ്സ്, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഫൈബർ ക്രോപ്സ്. അപ്പോൾ നോക്കൂ, ക്യാഷ് ക്രോപ്സിൽ ഏതുൾപ്പെടുന്നുണ്ട്? കോട്ടണും ജൂട്ടും ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ ഫൈബർ ക്രോപ്സിൽ ഉൾപ്പെടുന്നത് കോട്ടൺ, ജൂട്ട്. ഓക്കെ ആണല്ലോ. ഫൈബർ ക്രോപ്സ് പ്രൊവൈഡ് us വിത്ത് ദ ഫൈബർ വി നീഡ് ടു മേക്ക് മെനി തിങ്സ് ലൈക്ക് ഫാബ്രിക്സ്, ബാഗ്സ് ആൻഡ് സാക്സ്. പിന്നെ നമ്മുടെ ബാഗ്, പിന്നെ സഞ്ചികളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, ബാഗ്, സഞ്ചികൾ, വസ്ത്രങ്ങളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫൈബർ ക്രോപ്സ് യൂസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ബാഗ്, സഞ്ചി, തുണിത്തരങ്ങളൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഫൈബർ ഉണ്ടല്ലോ, നൂല്, അത് തരുന്നത് ഫൈബർ ക്രോപ്സ് ആണ്. അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? കോട്ടൺ, ജൂട്ട്. അപ്പോൾ കോട്ടൺ, ജൂട്ട് എന്നിവ ക്യാഷ് ക്രോപ്പും ആണ്, ഫൈബർ ക്രോപ്പും ആണ്. ക്യാഷ് ക്രോപ്പിലും വരും, ഫൈബർ ക്രോപ്പിലും വരും. ഓക്കെ ആണല്ലോ. അടുത്ത ക്ലാസിഫിക്കേഷൻ ഓയിൽ സീഡ്സ്. ഓയിൽ സീഡ്സ് എന്ന് വെച്ചാൽ എണ്ണക്കുരുക്കൾ. ഇതൊക്കെയാണ് ഓയിൽ സീഡ്സ് ആർ കൾട്ടിവേറ്റഡ് ടു പ്രൊഡ്യൂസ് എഡിബിൾ ഓയിൽ. എഡിബിൾ ഓയിൽ, ഭക്ഷ്യ എണ്ണകൾ. എഡിബിൾ ഓയിൽ എന്ന് വെച്ചാൽ എഡിബിൾ എന്ന് വെച്ചാൽ ഭക്ഷണത്തിന് അനുയോജ്യമായിട്ടുള്ളത്, അതിനെയാണ് എഡിബിൾ എന്ന് പറയുന്നത്. അപ്പോൾ എഡിബിൾ ഓയിൽ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓയിൽ സീഡ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദീസ് ഇൻക്ലൂഡ് ഗ്രൗണ്ട്നട്ട്, റേപ്പ് സീഡ്, മസ്റ്റാർഡ്, സോയാബീൻ ആൻഡ് സൺഫ്ലവർ. അപ്പോൾ ഓയിൽ സീഡ്സിൽ വരുന്നത് ഏതൊക്കെയാണ്? ഗ്രൗണ്ട്നട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കപ്പലണ്ടി, നിലക്കടല അല്ലെങ്കിൽ കപ്പലണ്ടി, നിലക്കടല. അപ്പോൾ ഗ്രൗണ്ട്നട്ട്. പിന്നെ റേപ്പ് സീഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കടുക് പോലെ ഇരിക്കുന്ന വേറൊരു സീഡാണ് കേട്ടോ, റേപ്പ് സീഡ്. പിന്നെ മസ്റ്റാർഡ്, നമ്മുടെ കടുക്. പിന്നെ സോയാബീൻ, പിന്നെ സൺഫ്ലവർ. ഇതെല്ലാം ഓയിൽ സീഡ്സിന് എക്സാമ്പിളാണ്. അപ്പോൾ ഓയിൽ സീഡ്സിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഗ്രൗണ്ട്നട്ട്, റേപ്പ് സീഡ്, മസ്റ്റാർഡ്, സോയാബീൻ ആൻഡ് സൺഫ്ലവർ. ഇനി അപ്പാർട്ട് ഫ്രം ദീസ് അതർ ക്രോപ്സ് സച്ച് ആസ് ടീ, കോഫി, റബ്ബർ, സ്പൈസസ് ആൻഡ് ട്യൂബേഴ്സ് ആർ ആൾസോ കൾട്ടിവേറ്റഡ് ഇൻ ഇന്ത്യ. ഈ പറയുന്ന ക്രോപ്സ് അല്ലാതെ ഇന്ത്യയിൽ വേറെ ക്രോപ്സ് ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട്. അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ടീ, നമ്മുടെ തേയില, കോഫി, കാപ്പി, റബ്ബർ, സ്പൈസസ്, സുഗന്ധവ്യഞ്ജനങ്ങൾ, ആൻഡ് ട്യൂബേഴ്സ്, കിഴങ്ങ് വർഗ്ഗങ്ങൾ. ഇതൊക്കെ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നുണ്ട്. എമംഗ് ദീസ് മെനി ആർ കൾട്ടിവേറ്റഡ് ആസ് പ്ലാന്റേഷൻ ക്രോപ്സ്. ഇതിൽ മിക്കതും നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത് പ്ലാന്റേഷൻ ക്രോപ്സ് ആയിട്ട്, അതായത് തോട്ടവിളകളായിട്ടാണ് ഇതിൽ പലതും നമ്മൾ കൃഷി ചെയ്യുന്നത്. അപ്പോൾ പ്ലാന്റേഷൻ ക്രോപ്സിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഈ കോഫി, ടീ, റബ്ബർ, ഇതൊക്കെ പ്ലാന്റേഷൻ ക്രോപ്സിന് എക്സാമ്പിളാണ് കേട്ടോ. പ്ലാന്റേഷൻ ക്രോപ്സിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ടീ, കോഫി, റബ്ബർ, ഇതൊക്കെ. Now you know about the different types of crops. Are all these cultivated in the same way? ഇവിടെ നമ്മൾ വിവിധ തരം വിളകളെക്കുറിച്ച് മനസ്സിലാക്കി. ഇതെല്ലാം ഒരേ രീതിയിലാണോ കൃഷി ചെയ്യുന്നത്? അല്ല, പലതും വ്യത്യസ്തമായിട്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്, അല്ലേ? ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി വേൾഡ് ദർ എക്സിസ്റ്റ് വേരിയസ് ടൈപ്സ് ഓഫ് ഫാമിംഗ് പ്രാക്ടീസസ് ബേസ്ഡ് ഓൺ ഫിസിയോഗ്രഫി, സോയിൽ ഫെർട്ടിലിറ്റി, ക്ലൈമറ്റ്, വാട്ടർ അവൈലബിലിറ്റി, ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ, എക്സ്റ്റെൻറ്റ് ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ്, വാല്യൂ ഓഫ് ക്രോപ്സ്, അവൈലബിൾ ടെക്നോളജി എക്സെട്ര. അതായത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഭൂമിയുടെ ഘടന, മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത, കാലാവസ്ഥ, ജലലഭ്യത, ജനസാന്ദ്രത, കൃഷിഭൂമിയുടെ വിസ്തൃതി, വിളയുടെ മൂല്യം, ലഭ്യമായ സാങ്കേതിക വിദ്യ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വിവിധ തരത്തിലുള്ള കൃഷിരീതികൾ നിലനിൽക്കുന്നുണ്ട്. These include primitive subsistence agriculture, intensive subsistence agriculture, mixed farming, extensive commercial grain cultivation, dairy farming, cultivation of plantation crops and horticulture. പ്രാകൃത ഉപജീവന കൃഷി, തീവ്ര ഉപജീവന കൃഷി, മിശ്ര കൃഷി, വിസ്തൃത വാണിജ്യ ധാന്യ കൃഷി, ക്ഷീരകൃഷി, തോട്ടവിള കൃഷി, പുഷ്പബല കൃഷി തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു.
In the next chapter, we shall discuss the different types of farming in India. ഇന്ത്യയിലെ വിവിധ തരത്തിലുള്ള കൃഷി രീതികളെ കുറിച്ചാണ് പറഞ്ഞത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതൊക്കെ ഈ മുകളിൽ പറഞ്ഞില്ലേ പല കാര്യങ്ങളും, പ്രാകൃത ഉപജീവന കൃഷി, തീവ്ര ഉപജീവന കൃഷി, ഇങ്ങനെയുള്ള മിക്സഡ് അഗ്രികൾച്ചർ, ഇതിനെക്കുറിച്ചൊക്കെ അടുത്ത ചാപ്റ്ററിൽ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അടുത്ത ചാപ്റ്റർ പഠിക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ആ യൂണിറ്റ് തീർന്നിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇതാ ഇവിടെ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൻ്റെ ഒരു മാപ്പാണ് തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ ഏതൊക്കെ രാജ്യങ്ങൾ ഉൾപ്പെടുന്നു എന്നും ഒക്കെ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ അതിൽ നോക്കി അറിയാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ യൂണിറ്റ് കേട്ടോ.